ഒരു ഒരു സാധനം നമ്മൾ ജെനുവിനായിട്ട് ആഗ്രഹിച്ചു കഴിയുമ്പം അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ ഭീകരം തന്നെയാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഭയങ്കര ഒരു ലോ ആയിട്ടിരിക്കുന്ന ദിവസമൊക്കെ ഞാൻ ആലോചിക്കും, ഭഗവാനെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ഞാൻ എത്ര എനർജിയാണ് എൻ്റെ ലൈഫിൽ കളയുന്നത്. ഞാനങ്ങനെ കല്യാണ വിരോധിയൊന്നുമല്ല. ഇയാളെ എനിക്ക് സഹിക്കാൻ പറ്റും, അയാൾക്ക് എന്നെ സഹിക്കാൻ പറ്റും എന്നുള്ളൊരു പക്വത നമുക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങനെ ആണെങ്കിൽ കഴിക്കാം. അച്ഛൻ ആ മരിച്ച ഇടയ്ക്കൊക്കെ ഒരു ദിവസം 8 മണിക്കൂറൊക്കെ അമ്മ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നല്ലത് ചെയ്യുമ്പം നമ്മളുടെ അകത്ത് ദൈവമുണ്ട്, നമ്മൾ ചീത്തക്കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ അകത്ത് ചെകുത്താനോ പിശാചോ എന്താ വെച്ചാൽ അതാണ് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ധരിക്കാറുള്ളത്. അപ്പം സിനിമ ചെയ്യണമെന്ന് അവരോട് സംസാരിക്കാനും ഒക്കെയുള്ള ധൈര്യം അങ്ങനെ കിട്ടിയതാണ്. ആ സിനിമയിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ സിനിമ തമാശക്കളിയല്ല, കുട്ടിക്കളിയല്ല എന്ന് എനിക്ക് മനസ്സിലായത് അകം സിനിമയിൽ നിന്നാണ്. മേഘരൂപൻ ആ ആണ്ടലോന്റെ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ക്യാമറാമാൻ രാജീവയുടെ അടുത്ത് ചോദിക്കുകയാണ്, രാജീവയുടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് തിരിഞ്ഞിക്കോന്ന്. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ. സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് എല്ലാ ദിവസവും പുള്ളി ബക്കറ്റ് പിരിവിന് പോകും അടുത്ത ദിവസത്തെ എക്സ്പെൻസിനൊക്കെ വേണ്ടിയിട്ട്. എനിക്ക് കോസ്റ്റ്യൂമിന് തന്ന നൈറ്റി ഭയങ്കര ഫ്രഷ് ആണെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ പണി കഴിഞ്ഞ് പോകുന്ന ഒരു ചേച്ചിയുടെ വേർത്ത് കുളിച്ച് നൈറ്റിയാണ് എന്നെ ഇടിയിച്ചിട്ടുള്ളത് ആ സീനിൽ. അപ്പം അങ്ങനെയൊക്കെ നടന്നൊരു സിനിമയാണ് ചായില്യം. നമുക്ക് വാല്യൂ ഇല്ലാത്ത, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു സ്പേസിൽ എനിക്ക് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങൾ എന്തോ ആവൂ, കുടിക്കുകയോ വലിക്കുകയോ നശിക്കുകയോ ചാവുക എന്താ ആയിക്കോട്ടെ, പക്ഷേ ഒരു വർക്ക് സ്പേസ് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. പക്ഷേ എനിക്ക് പേഴ്സണലി എന്നെ വളരെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ളത് ആളുകൾ അവരുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ ഫോട്ടോസും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ അയക്കുന്നത് എനിക്ക് വളരെ പേഴ്സണലി എനിക്ക് എന്നെ ഇമോഷണലിയും മെൻ്റലിയും അത് വല്ലാത്ത രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. പാലക്കാട്ടെ നടുവട്ടം എന്ന ഗ്രാമത്തിൽ നിന്നും മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും വെള്ളിത്തിരയിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുമായി പറന്നുയർന്നു രാജാ രവിവർമ്മ ചിത്രങ്ങളിലെ നായികമാരുടെ രൂപസാദൃശ്യം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബിഹൈൻഡ് ദ സീൻസ്. മലയാളി പ്രേക്ഷകരുടെ പ്രിയ നായിക അനുമോൾ. വെൽക്കം. താങ്ക് യു. കുറച്ച് ഓവറല്ലേ? ഞാൻ രാജാ രവിവർമ്മ ചിത്രങ്ങളുടെ നായികമാരെന്ന് പറഞ്ഞത് അനുമോളുടെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ കാണുമ്പോൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ സാരി ഉടുത്തുള്ള ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചിത്രം വരച്ചു വെച്ചോലോ തോന്നുന്നു. അതാ സാരിയുടെ ഒരു മിടുക്കാണ്. സാരി ഉടുത്ത് എനിക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളെന്ന് പ്രത്യേകം പറഞ്ഞത്, ഇപ്പോൾ അനുമോളുടെ ഇൻ്റർവ്യൂസ് എല്ലാം കാണുമ്പോൾ തന്നെ അനുമോളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഫ്രീഡത്തിന് ഭയങ്കരമായിട്ടൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഫ്രീഡം അത്രത്തോളം പൊരുതി നേടിയ, ഒരുപാട് ആഗ്രഹിച്ച് നേടിയ ഒരു കാര്യമാണ് സ്വാതന്ത്ര്യം എന്ന് തോന്നുന്നുണ്ട്. യെസ്. എന്താ വെച്ചാൽ ഒരു സാധാ നാട്ടിൻപുറത്ത് സാധാ രീതിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പം നാട്ടിൻപുറത്തുള്ള ഒരു അവസ്ഥ അറിയാലോ, സിനിമയോ ഡാൻസോ പാട്ടോ അതൊന്നും അങ്ങനെ അതൊരു ജോലിയായിട്ട് അങ്ങനെ അംഗീകരിക്കുന്ന ആളുകളൊന്നും ആയിരുന്നില്ല. പിന്നെ ഈ പറയണ പോലെ ഞാൻ എൻ്റെ ഫാമിലി ആണെങ്കിൽ ഈവൻ പഠിക്കുന്നതും വളരെ കുറവായിരുന്നു. എൻ്റെ ചേച്ചിമാരൊക്കെ എന്താ പറയുക, +2 കഴിഞ്ഞ് അല്ലെങ്കിൽ 10 കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിച്ച് പോയ ആളുകളൊക്കെയാണ്. അപ്പം അവരുടെ ഇടയിൽ പഠിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യണമായിരുന്നു, ഡാൻസിന് പോകാൻ വേണ്ടി ഫൈറ്റ് ചെയ്യണമായിരുന്നു, അങ്ങനെ ഒരുപാട് ഫൈറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ലക്കിലി അമ്മ എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. അപ്പം അമ്മയെപ്പോലെ അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും അറിയില്ല, ഒന്നും ചെയ്യാൻ അറിയില്ല. അമ്മ ഇങ്ങനെ ആ വീടിനകത്ത്, ആ 4 ചുവരിനകത്ത് ഇങ്ങനെ ജീവിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ അമ്മയുടെ കയ്യിലായിരുന്നു എൻ്റെ റിമോട്ട്. എന്നെ എല്ലാ സ്ഥലത്തേക്കും വിടുന്നതും എല്ലാ സ്ഥലത്തേക്കും പറഞ്ഞു വിടുന്നതും. വളരെ ചെറുപ്പത്തിലൊക്കെ ഞാനൊരു ചെറിയ പെൺകുട്ടിയാണ്. എന്നോട് വീട്ടിൽ ജീപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ അബ്കാരിയായ കാരണം അപ്പോൾ നമുക്കിങ്ങനെ കള്ള സപ്ലൈ അങ്ങനെയൊക്കെ ആയിട്ട് ജീപ്പുകളുണ്ട്. അപ്പോൾ ജീപ്പ് എടുത്തിട്ട് എന്നോട് തിരിച്ചിടാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ എന്നെ അമ്മ വളർത്തി എവിടേക്കോ എനിക്കിങ്ങനെ ധൈര്യം ഇഞ്ചെക്ട് ചെയ്ത് തന്നിട്ടാണ് പഠിക്കണമെന്ന് വാശി പിടിക്കാനും, എനിക്കിപ്പോൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് വാശി പിടിക്കാനും, പഠിത്തം കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് പോകണമെന്ന് വാശി പിടിക്കാനും, അല്ലെങ്കിൽ കൊച്ചിയിൽ വന്ന് സിനിമ എനിക്ക് ഇങ്ങോട്ട് വരിക ചെയ്തത്, എന്നെ സിനിമ വിളിക്കുക ചെയ്തത്. അപ്പം അത് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. അപ്പം അങ്ങനെ സിനിമ ചെയ്യണമെന്ന് അവരോട് സംസാരിക്കാനും ഒക്കെയുള്ള ധൈര്യം അങ്ങനെ കിട്ടിയതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഫ്രീഡം, ഇതൊക്കെ ചെയ്യാൻ ഉള്ളൊരു ഫ്രീഡത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണ്ടാത്തത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഫ്രീഡം കൂടെ ഞാൻ ഭയങ്കരമായിട്ട് വേണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു പരിധിവരെയൊക്കെ അത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞല്ലോ, നമ്മളുടെ സമൂഹത്തിലിപ്പോൾ
പല പെൺകുട്ടികളും അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, കല്യാണം വേണ്ട എന്നുള്ളൊരു തീരുമാനം. അല്ല, ഞാൻ കല്യാണം വേണ്ട എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വേണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കല്യാണം ആലോചിച്ചിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കല്യാണം വരെ സംസാരിച്ച് എത്തി നടക്കാതെ പോയിട്ടൊക്കെ ഉണ്ട്. ഞാനങ്ങനെ കല്യാണ വിരോധിയൊന്നുമല്ല. നമ്മൾക്ക് കല്യാണം കഴിക്കാനുള്ള ഒരു പക്വതയും നമ്മൾക്ക് ഓക്കെ ഇയാളെ എനിക്ക് സഹിക്കാൻ പറ്റും, അയാൾക്ക് എന്നെ സഹിക്കാൻ പറ്റും എന്നുള്ളൊരു പക്വത നമുക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങനെ ആണെങ്കിൽ കഴിക്കാം, പറ്റിയ ഒരാളെ കിട്ടുകയാണെങ്കിൽ കഴിക്കാം. അതല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ്, അതല്ലാണ്ട് കല്യാണ വിരോധിയൊന്നും അല്ല. ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അത് വർക്കായില്ല എന്നുള്ളതാണ്. അല്ലേ, പലപ്പോഴും നമ്മളെ അമ്മമാരൊക്കെ പറഞ്ഞു തരുമല്ലോ, നമ്മളൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം, കോംപ്രമൈസ് ചെയ്യണം എന്ന് പറയുമല്ലോ. ഈ അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും ആ ബന്ധത്തിൽ. അല്ല, അത് അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസ് എന്നല്ല, അത് നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം എല്ലാ റിലേഷൻ, ഇപ്പോൾ കല്യാണം മാത്രമല്ല, ഇപ്പം നമ്മൾ അമ്മോടാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇഷ്ടപ്പെടില്ല, നമ്മൾ വഴക്കുണ്ടാവും, ഡിസഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ അനിയത്തി ആണെങ്കിലോ ഫ്രണ്ട്സ് ആണെങ്കിലോ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റുക, അതിന് നമ്മുടെ ഒരു കംഫർട്ട് സോൺ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് പ്രധാനം. അതല്ലാണ്ട് ഞാൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല എനിക്ക് അങ്ങനെയല്ല. അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു വകതിരിവിനനുസരിച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അത് അതെ, നോട്ട് എല്ലാ സഹിച്ചുള്ള വിവേകത്തോടെയുള്ള ഏത് ബന്ധമായാലും കൊണ്ടുപോകാനുള്ള ഒരു മിടുക്ക് എന്നുള്ളതാണ്. അതല്ലാണ്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യണ്ടെന്ന് ഞാൻ പറയില്ല, ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമെന്ന് ഞാൻ പറയില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ കംഫർട്ടബിളായി, നമ്മൾ ഹാപ്പിയായി, നമ്മൾ പീസ്ഫുള്ളായിട്ട് ഇരിക്കുക, നമ്മുടെ കൂടെയുള്ള ആൾക്കും അത് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. അതല്ലെങ്കിൽ രണ്ട് വഴി പോകുന്നത് തന്നെയാണ് നല്ലത്. അനുമോൾ അഭിനയിച്ച സിനിമകളിൽ 50-ന് മുകളിൽ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അഭിനയിച്ച സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പിടിവഴിപാടാണ്. അതിൻ്റെ പ്രധാന കാരണം അതിലെ ക്ലൈമാക്സ് തന്നെയാണ്. കാരണം അതിനകത്തെ പ്രവീണ അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം, പ്രസാദം കൊടുക്കുന്ന ആ ഒരു സീന് എൻ്റെ മനസ്സിൽ, ഞാനെന്ന പ്രേക്ഷകർ ആ സീനിനെ മനസ്സിലാക്കിയിരിക്കുന്നത് ആറ്റുകാലമ്മ നേരിട്ട് വന്ന് പ്രസാദം കൊടുക്കുന്നതായിട്ടാണ്. അതായത് ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിക്കാണ് ദേവി പ്രസാദം കൊടുക്കുന്നത്. അപ്പം ജോലി ചെയ്ത് ജീവിക്കുന്നവരെയാണ് ദൈവങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അതെ, അങ്ങനെ ഒരു അണ്ടർടോൺ അതിനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഡയറക്ടർ അതൊരു ഓപ്പൺ എൻഡിങ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്, ഓഡിയൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് വിട്ടിട്ടുള്ളത്. പക്ഷേ ഇങ്ങനൊരു കാര്യം ആ സമയത്ത് സെറ്റിൽ നമ്മളുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. അനുമോളുടെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസുമായിട്ട് അതെനിക്ക് ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ? അത്തരത്തിലൊരു ദൈവികമായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ദൈവികമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി എൻ്റെ അമ്മ അച്ഛൻ മരിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് പ്രെയറിലാണ്. അച്ഛൻ ആ മരിച്ച ഇടയ്ക്കൊക്കെ ഒരു ദിവസം 8 മണിക്കൂറൊക്കെ അമ്മ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിലെ ജോലികളില്ലാത്ത സമയം മുഴുവൻ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അത് ഗ്രാജ്വലിയാണ് കുറഞ്ഞു വന്നത്. ഞങ്ങൾ വലുതാവണതിനനുസരിച്ചിട്ടും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരും എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ വന്ന് അമ്മോട് സംസാരിക്കുന്നതിനനുസരിച്ചിട്ടൊക്കെ 8 എന്നുള്ളത് 6 ആവുന്നു, 4 ആവുന്നു, 2 ആവുന്നു. അങ്ങനെ ഇപ്പം എല്ലാ ദിവസവും ഒരു 1.5 മണിക്കൂർ പ്രെയറാണ് ഞാൻ അമ്മയുടെ കാണാറുള്ളൂ. അപ്പം എവിടെയോ എനിക്കൊരു വിശ്വാസമുണ്ട്, അമ്മയുടെ ഒരു പ്രാർത്ഥനയും ഞങ്ങളുടെയൊക്കെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഒക്കെ അമ്മയുടെ ഒരു പ്രാർത്ഥന ഭയങ്കരമായിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ഞാനെപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ മനസ്സിനകത്താണ് ദൈവം. നമ്മൾ നല്ലത് ചെയ്യുമ്പം നമ്മളുടെ അകത്ത് ദൈവമുണ്ട്, നമ്മൾ ചീത്തക്കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ അകത്ത് ചെകുത്താനോ പിശാചോ എന്താ വെച്ചാൽ അതാണ് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ധരിക്കാറുള്ളത്. അപ്പം ഈവൻ ഞാൻ അമ്മോട് അടി കൂടുന്നതും അങ്ങനെയാണ് കേട്ടോ. ഞാൻ എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ അമ്മമാരോട് അടി കൂടണമല്ലോ. അപ്പോൾ ഞാൻ അമ്മ അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ ഞാൻ പോവില്ല. അപ്പം ഞാൻ പറയും, എന്താ അമ്മ, ദൈവം എല്ലായിടത്തും ഉണ്ട്, എൻ്റെ മനസ്സിലാണ് ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് അടി കൂടും. പക്ഷെ ഞാൻ പോവാറുണ്ട്. എനിക്ക് ആ ഒരു പവറിൽ വിശ്വാസമുണ്ട്. ആൻഡ് ദൈവത്തിലും അതേപോലെ തന്നെ അച്ഛനും ഞാൻ എപ്പോഴും വിചാരിക്കും, എവിടെയോ ഒരു ചുറ്റും അച്ഛൻ്റെ പ്രസൻസ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അച്ഛനെയും ദൈവത്തിനെയും ഞാൻ ഒരേ പൊസിഷനിലാണ് വെച്ചിട്ടുള്ളത്. പെൺമക്കൾക്ക് അല്ലെങ്കിൽ അച്ഛന്മാരെയാണല്ലോ കൂടുതൽ ഇഷ്ടം. അതെ അതെ അതെ. ഇന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ 30th ഡെത്ത് ആനിവേഴ്സറി ആണ്. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കും ഇന്ന് പെട്ടെന്ന് ഞാനത് പറഞ്ഞത്. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഓർത്തിരിക്കണ ഒരു സമയമായിരുന്നു.
എനിക്ക് പലപ്പോഴും ഈ ഇൻ്റർവ്യൂവിൽ അനുമോള് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ വെടിവഴിപാടിൻ്റെ സെറ്റിൽ ഒരു മഹാറാണി പോലെയാണ് അനുമോള് ട്രീറ്റ് ചെയ്തതെന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മളുടെ നടിമാരൊക്കെ എപ്പോഴും പരാതിപ്പെടുന്നത് ഈ സെറ്റിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും അവഗണനയും കുറിച്ചാണ്. അപ്പോഴാണ് അനുമോളുടെ ആ ഇൻ്റർവ്യൂവിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെയധികം നല്ല രീതിയിൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടി, മഹാറാണിയെ പോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടി എന്നുള്ളത്. പക്ഷേ എല്ലാ സെറ്റുകളിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50 മുകളിൽ അല്ല, പടങ്ങൾ എല്ലാ ചെയ്തു. മനുഷ്യരും ഒരുപോലെയല്ല. ഇപ്പം നമ്മളുടെ ലോകത്തെടുത്ത് നോക്കിയാലും ഈ സ്റ്റുഡിയോയിലെടുത്ത് നോക്കിയാലും ഇവിടെ 10 ആൾക്കും 10 സ്വഭാവമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തൊരു മോശം നടന്നു എന്ന് വിചാരിച്ചാൽ എല്ലാവരും മോശമാണെന്നും പറയാൻ പറ്റില്ല. ഇവിടെ നല്ലത് നടക്കുന്നതുകൊണ്ട് എല്ലാവരും നല്ലതെന്നും പറയാൻ പറ്റില്ല. വെടിവഴിപാട് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള, എനിക്ക് ഒരുപാട് ഇൻഹിബിഷൻസ് ഉള്ള അനുമോൾ എന്നുള്ള ആക്ടർക്ക് ഏറ്റിയാൽ പൊങ്ങാത്തൊരു റോളായിരുന്നു. അപ്പം ആ ടീമിനോട് ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പം ഈ എല്ലാ മനുഷ്യരും എനിക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ടും എനർജിയും മോട്ടിവേഷനും എൻകറേജ്മെൻറ്റും ഒക്കെയാണ് സുമിത്ര എന്നുള്ളൊരു ക്യാരക്ടർ. അത് ആ പടത്തിൽ വളരെ നന്നായി പോയി. പക്ഷെ ഞാൻ ചെയ്ത എല്ലാ പടങ്ങളും അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് വഴക്ക് കൂടേണ്ടി വന്നിട്ടുള്ള പടങ്ങളുണ്ട്, എനിക്ക് കാര്യങ്ങൾ ചോദിച്ചു മേടിക്കേണ്ടി വന്നിട്ടുള്ള പടങ്ങളുണ്ട്, പേയ്മെൻറ്റിന് വേണ്ടി ദിവസവും 10 വട്ടം വിളിക്കേണ്ടി വന്നിട്ടുള്ള പടങ്ങൾ, അങ്ങനെ പലതരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലുള്ള ആളുകളുടെ കമൻ്റടികളോ അല്ലെങ്കിൽ സംസാരങ്ങളോ ഒക്കെ എല്ലാ സ്ഥലത്തു നിന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് എവിടുന്നാണോന്ന് അറിയില്ല, എനിക്ക് ദേഷ്യം വന്നാൽ പ്രതികരിക്കേണ്ട സമയത്ത് അപ്പം പ്രതികരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അല്ല, അതാണിപ്പോൾ കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ മാക്സിമം എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ മാറിപ്പോവാണ് ചെയ്യാറ്. മാറിപ്പോവുക ഇൻ ദ സെൻസ്, ഞാനൊരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് എൻ്റെ കംഫർട്ടിന് പ്രധാനം. എനിക്കെപ്പോഴും ഒരു കൺഫ്യൂഷനാണ്, നമ്മളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടാണോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, കംഫർട്ടിൽ നിന്നാണോ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ ഉള്ളിലൊരു കോൺഫ്ലിക്റ്റാണ് എല്ലാ കാലത്തും. പക്ഷേ ഞാൻ ചൂസ് ചെയ്ത മിക്ക പ്രോജക്ട്സും ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഞാൻ കഥയും എൻ്റെ ക്യാരക്ടറും നോക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ അടുത്ത് നോക്കുന്നത് ഈ മനുഷ്യരായിട്ട് ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ്. എനിക്കൊരു കംഫർട്ടബിൾ അല്ലാത്ത സ്പേസിൽ ആളുകളുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ ചിലപ്പം എന്നെ അധികം സിനിമ ഇവൻറ്റ്സിൽ കണ്ടിട്ടുണ്ടാവില്ല. സിനിമ ഇവൻറ്റ്സിൽ ഞാൻ അധികം പോവാത്തത് എനിക്ക് അവിടെ എല്ലാവരുമായിട്ട് ഞാൻ ചിലപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. കംഫർട്ടബിൾ അല്ലാത്ത ആളെ കണ്ടാൽ എൻ്റെ മുഖവും എൻ്റെ എനർജിയും എൻ്റെ ഭാവവും എല്ലാം മാറും. അപ്പം അത് കാരണം ഞാൻ അങ്ങനത്തെ സ്പേസുകളിൽ നിന്ന് മാറി നിൽക്കുക ചെയ്യാറ്. അപ്പം സിനിമയാണെങ്കിലും എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാതെ ഇരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് ചെയ്യാറ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ അത് പറ്റിക്കൊള്ളണം എന്നില്ല. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ ഞാനൊരു ചാനലിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ആളുകളെ പറ്റി ഒരു മുൻധാരണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടും ഇവരുടെ സിനിമകൾ പ്രൊമോഷൻ ചെയ്തിട്ടും ഒക്കെ കുറേ ആളുകളെ പറ്റി എനിക്കൊരു മുൻധാരണ ഉള്ളതുകൊണ്ടും കൂടെയാണ് എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് ലെവൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവരിങ്ങനെ പെരുമാറും അപ്പം ഞാൻ ഓക്കെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇവർ മദ്യപിക്കുന്ന ആളാണ്, അപ്പം മദ്യപിച്ച് കഴിഞ്ഞാൽ വേറെ പോലെ സംസാരിക്കുന്ന ആളായിരിക്കും, ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുന്ന, ചില പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ആളുകളെയൊക്കെ പറ്റി കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മെല്ലെ നൈസായിട്ട് സ്കൂട്ടാവുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കുന്ന നടന്മാരാണല്ലോ. അപ്പം അവർ വലിയൊരു പ്രശ്നക്കാരാണെന്നാണ് ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. അത്തരം ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ അവർ ലഹരി ഉപയോഗിക്കുന്നതായിട്ട്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർക്ക് ചെയ്ത സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എൻ്റെ ഒരു അങ്ങനത്തെ ഒരു കംഫർട്ട് സോൺസ് ആളുകളാണ്. കലാമൂല്യമുള്ള സിനിമകൾ. പിന്നെ ലഹരി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂൾസിൽ വരെ അവൈലബിൾ ആണെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇവൻറ്റിന് പോയ സമയത്ത് ഒരു പോലീസ് ഓഫീസർ അവിടെ ഇതിന് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് സ്കൂൾ കുട്ടികളുടെയൊക്കെ കയ്യിലാണ് നമ്മൾ ഈ കേൾക്കാത്ത പേരുകളാണ്, എന്തൊക്കെയൊക്കെയോ സാധനങ്ങളാണ്. അപ്പം എല്ലായിടത്തും അത് അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ ഇതെന്താ വെച്ചാൽ വർക്ക് സ്പേസിൽ അത് കൊണ്ടുവരരുത്. നിങ്ങളുടെ ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങൾ എന്തോ ആവും, കുടിക്കുകയോ വലിക്കുകയോ നശിക്കുകയോ ചാവുക എന്താ ആയിക്കോട്ടെ, പക്ഷേ ഒരു വർക്ക് സ്പേസ് എല്ലാവർക്കും കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം, എല്ലാവരും അവിടെ ഓക്കെ ആയിട്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ബെറ്റർ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് സ്പേസിലേക്ക് ഇത് കൊണ്ടുവരാതിരിക്കൂ. ആ വർക്കിനൊരു റെസ്പെക്റ്റും ആ ആളുകൾക്കൊരു റെസ്പെക്റ്റും എല്ലാവരുടെ സമയത്തിനും ഒരു വാല്യൂവും കൊടുക്കൂ എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും എല്ലാവരോടും പറയാൻ തോന്നിയിട്ടുള്ളത്. ആൻഡ് മേ ബി നമ്മുടെ സംഘടനകൾക്കും ഒക്കെ അതൊന്ന് കെയർ ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എല്ലാവരും കംഫർട്ടബിൾ ആവില്ല.
അതെ അതെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇപ്പം ആ രീതിയിലൊരു പെരുമാറ്റം വരുമ്പോൾ പലരും പല എനിക്ക് മേ ബി രീതിയായിരിക്കും കുറച്ചൊക്കെ പ്രതികരിക്കുന്നത്. മുമ്പ് പിന്നെയും എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു. ഞാനൊരു അബ്കാരി ഫാമിലിയിൽ നിന്ന് വരുന്നത് കൊണ്ടും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ മദ്യപിക്കുന്നൊക്കെ ആളുകളുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ എനിക്കിതൊന്നുമില്ല, ഞാനിതൊന്നും തൊടുപോലും ചെയ്യാത്ത ഒരാളാണ്. അപ്പം ഇത് എനിക്ക് ഓക്കെ, അവരല്ലേ, അവരുടെ ഇഷ്ടത്തിനായിക്കോട്ടെ, അവർ കുടിച്ചോളും, ഞാനിവിടെ ഇരുന്ന് വെള്ളം കുടിച്ചോളാം എന്നുള്ള രീതിയിൽ എനിക്ക് പറ്റുമായിരുന്നു. എനിക്ക് തോന്നുന്നു വയസ്സാവുന്നതാണോ എൻ്റെ ക്ഷമ നശിക്കുന്നതാണോ എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു സ്പേസിൽ ഇരിക്കാൻ വരെ ഇപ്പം ബുദ്ധിമുട്ടാണ്. അപ്പം അതേമാതിരി ആയിരിക്കുന്ന ആളുകൾ, നമ്മുടെ ഒരു വർക്ക് സ്പേസിലൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കൂടെ അഭിനയിക്കുന്ന ആളുകളൊക്കെ കുടിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു സ്മെല്ല് വരുന്നു, നമ്മളൊരു റെസ്പെക്ട് കിട്ടാത്ത നമ്മൾ റെസ്പെക്ട് ഞാൻ ഇറിറ്റേറ്റഡ് ആവും. തൊഴിൽ സ്ഥലത്ത് പരസ്പരം റെസ്പെക്ട് എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്തരത്തിലൊരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ ചില പെൺകുട്ടികൾ പേടിച്ചു പോവും, ചില പെൺകുട്ടികൾക്ക് ഇത് എങ്ങനെ പ്രതികരിച്ചാൽ എനിക്ക് ഇനി അവസരം കിട്ടില്ലേ എന്നുള്ള ചില ആശങ്കകളായിരിക്കും. പേടിയും അറിവില്ലായ്മയും ഒക്കെയാണ് ഇത്, എങ്ങനെയാണ് എന്താണ്. പിന്നെ കേട്ടിട്ടുള്ള കഥകൾ മുഴുവൻ വേറെ, അവരുടെ ചെവിയിൽ എത്തിയിട്ട് അവർ പറഞ്ഞ് പഠിപ്പിച്ചതും പറഞ്ഞ് പറ്റിച്ചിട്ടുള്ളതും ഒക്കെ വേറെ വേറെ കഥകളായിരിക്കും. അപ്പം ആദ്യം വേണ്ടത് ഈ ആളുകൾ തിരിച്ചറിയാണ്, ഇതൊന്നുമല്ല, ഇങ്ങനെയൊന്നുമല്ല സിനിമ നടക്കേണ്ടതും, നല്ല വർക്കുകൾ നടക്കുന്നതും അങ്ങനെയല്ല. നന്നായി എല്ലാവരും ചേർന്ന് ഒരു നല്ല വർക്ക്, നല്ല സിനിമ ക്രിയേറ്റ് ചെയ്യാൻ വർക്ക് ചെയ്യുന്ന ഒരുപാട് സിനിമാക്കാരും ഒരുപാട് സിനിമകളുമുണ്ട്. അപ്പം ഏതോ ഒരു 2-3 അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പ്, ചെറിയ വിഭാഗം ആളുകൾ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ആ ചെറിയ വിഭാഗം കുറച്ച് വലുതായിട്ടുണ്ടെന്ന് തോന്നണു. അങ്ങനെയാണ് ഇപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വിഭാഗം ആളുകൾ പോലെ അല്ല എല്ലാ സിനിമ, നല്ല ആളുകളും നല്ല വർക്കുകളും എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഓരോ പെൺകുട്ടിയും ഡിസൈഡ് ചെയ്യണം, ഞാൻ ഇതിന് നിൽക്കില്ല, ഞാനിങ്ങനെ അസോസിയേറ്റ് ചെയ്യില്ല. ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കാൻ എല്ലാവരും പ്രിപ്പയർഡ് ആവുക വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നോ പറയേണ്ടടുത്ത് നോ പറയാനും, എസ് പറയേണ്ടടുത്ത് എസ് പറയാനും, അത് എവിടെ പറയണം, എങ്ങനെ പറയണം എന്ന് ഉള്ളൊരു പക്വതയും തിരിച്ചറിവും വകതിരിവും ഉണ്ടാക്കിയെടുക്കുകയാണ് എല്ലാ ആളുകളും ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ഒരു ബെറ്റർ വേ. അതല്ലാണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്താൽ മതിയല്ലോ, പോടോ, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് പറ്റില്ല, എനിക്ക് ഇങ്ങനത്തെ സ്പേസിൽ നിൽക്കാൻ പറ്റില്ല എന്ന് ഓരോ പെൺകുട്ടിയും അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ ആളുകളും വിളിച്ച് പറയാൻ മാത്രം പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെ എല്ലാ പെൺകുട്ടികളും പറയാറില്ല. അതന്നെ പറഞ്ഞത്, എല്ലാവരും അങ്ങനെ പറയാൻ മാത്രം ഒരു പക്വതയും അല്ലെങ്കിൽ ഒരു മിടുക്കും ഉണ്ടായാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രം നന്നായാൽ പോരോട്ടോ, അവരുടെ ഭാഗത്തൊന്നും ഇത് നിർത്തണം, ഇത് ശരിയല്ല, നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, എല്ലാവർക്കും വർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ്, എല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ആ വർക്ക് സ്പേസ് നശിപ്പിക്കുന്ന ആളുകളും ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നശിപ്പിക്കാൻ നമ്മൾ കൂട്ടു നിൽക്കില്ല, നമ്മൾ പ്രതികരിക്കുമെന്ന് മറ്റുള്ളവരും വിചാരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ കരിയറിന് അത് ഏതെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? സിനിമകൾ കിട്ടാതെ വരുന്ന സാഹചര്യം? കാരണം കൂടുതലും ഞാൻ ഫിലിമോഗ്രാഫി നോക്കിയപ്പം ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, അത് കൂടുതലും കലാമൂല്യമുള്ള സിനിമകളാണ്. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ, ഒരു പോപ്പുലർ സിനിമയുടെ ഭാഗമാവുക എന്നുള്ളൊരു ഫാക്ടറും കൂടി പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ? സിനിമകൾ എനിക്ക് വന്നിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സിനിമകൾ കലാമൂല്യമുള്ളതും അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ടുള്ള സിനിമകളും മെയിൻ സ്ട്രീം സിനിമകളും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ കഥയൊക്കെ കേട്ട് എനിക്ക് ആ കഥാപാത്രവും എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ മിക്കതും കലാമൂല്യമുള്ള സിനിമകളായിപ്പോയി എന്നുള്ളതാണ്. മേ ബി ഈ പറഞ്ഞ പോലെ ഈ ഒരു വർക്ക് കംഫർട്ടും ആ ഒരു വർക്ക് ഡിഫറൻസും, ഞാൻ വർക്ക് ചെയ്ത സിനിമകളിലും മിക്കതും എന്താ വെച്ചാൽ 100 പേരുള്ളൊരു ടീമാണെങ്കിൽ 100 പേരും പാഷനേറ്റ് ആയിട്ട് 100 പേരും സിനിമയ്ക്ക് വേണ്ടി 100 പേരും ആ കലാമൂല്യമുള്ള സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടുള്ള അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് മനുഷ്യരുടെ സിനിമകളാണ് എനിക്ക് അധികവും ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. മേ ബി എൻ്റെ ഒരു കംഫർട്ട് സോൺ അല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപാട് കൊമേഴ്ഷ്യൽ ഫിലിംസും എനിക്ക് ആ രീതികൾ മനസ്സിലായിട്ടില്ല കൊമേഴ്ഷ്യൽ സിനിമയുടെ. ഇപ്പം തുടക്കത്തിലൊക്കെ എന്നോട് ആളുകൾ പറയുമായിരുന്നു, നമ്മൾ കുറച്ച് ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്, ടൈപ്പ് കാസ്റ്റ് ആയി പോവാതെ ശ്രദ്ധിക്കണം, ഇങ്ങനെയൊക്കെ ഉപദേശങ്ങൾ എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ബോധേഡ് ആയില്ല, ഞാനിങ്ങനെ എനിക്കിഷ്ടാവുന്നത് ചെയ്തിങ്ങനെ പോവാന്നുള്ളത് മാത്രമാണ് കരുതിയിട്ടുണ്ടായിരുന്നു. കൊറോണ സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്തത്, ആളുകൾ പറഞ്ഞത്
ഓ മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കണം എന്ന് എല്ലാവരും പറഞ്ഞത് ഇതായിരുന്നു അല്ലേ എന്നൊക്കെയുള്ള കുറേ ചിന്ത എനിക്ക് കൊറോണ സമയത്ത് കുറേ നമ്മൾ വെറുതെ ഇരുന്നല്ലോ വീട്ടിൽ. ആ സമയത്താണ് ഞാനിങ്ങനെ ആലോചിച്ച് കൂട്ടി കുറേ പുതിയ റിയലൈസേഷൻസ് ഒക്കെ ഉണ്ടായത്. ആൻഡ് സത്യം പറഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ പൈസ കണക്ക് പറഞ്ഞ് ചോദിച്ച് മേടിച്ച് അഭിനയിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് എന്താ ഇത്രയല്ലോ, ഓക്കെ ശരി, ആ ഒരു രീതിയായിരുന്നു. അപ്പം കൊറോണയിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ ചെയ്ത കുറേ തെറ്റുകൾ എന്തായിരുന്നു, ഞാൻ ഡിമാൻഡ് ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് വെറുതെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഞാൻ കൊറോണ കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ കണക്ക് പറഞ്ഞ് ചോദിച്ച് മേടിച്ചൊക്കെ അഭിനയിച്ച് തുടങ്ങിയെങ്കിലും ഇപ്പോഴും ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഞാൻ കൊറോണയ്ക്ക് മുമ്പ് ചെയ്ത സിനിമകൾ തന്നെയാണ് ഇഷ്ടം. എനിക്കൊരു സാറ്റിസ്ഫാക്ഷനും എനിക്ക് അതാണ് ഒരു പടി മുന്നിൽ. ഞാൻ ചെയ്യുന്ന സിനിമ എനിക്ക് തരുന്നൊരു സാറ്റിസ്ഫാക്ഷനും അതല്ലെങ്കിൽ ഞാൻ വളരെ പ്രൗഡായിട്ട് ഇപ്പോഴും ആളുകളോട് സംസാരിക്കുന്നത് ഞാൻ അന്ന് ചെയ്ത സിനിമകൾ, അതല്ലാണ്ട് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയ സിനിമകളല്ല. അപ്പം ഞാൻ എവിടെയോ ഒരു ചായ്വ് കൂടുതൽ ആ കലാമൂല്യമുള്ള സിനിമകളോടാണ്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ധാരണയിൽ അല്ലെങ്കിൽ ഞാൻ കരുതുന്നത് സിനിമ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു മീഡിയമാണ്, ആളുകളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മീഡിയം, ഒരു ആർട്ട് ഫോം ആയിട്ട് തന്നെയാണ് ഞാൻ സിനിമയെ കാണുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന സിനിമയിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സിനിമ ആയാൽ നല്ലത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു സിനിമ, ഒരുപാട് നല്ല സിനിമകളുണ്ട് ഇതുപോലെ, അയലി, ഉടലാഴം, ചായില്യം, അകം, ഒരുപാട് സിനിമകൾ. അപ്പോൾ ആ സിനിമകളിൽ ഏറ്റവും ഒരു പേഴ്സണൽ ഫേവറേറ്റ്, ഈ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ ഒരുപാട് നോക്കി സെലക്ട് ചെയ്യുന്ന സിനിമകളാണ്. ഏതോ ഒരു വർഷം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 50-ലധികം സിനിമകൾ കേട്ടിട്ടാണ് ഞാൻ അതിന്ന് 4 സിനിമ ചൂസ് ചെയ്തൊരു വർഷമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നുള്ളിപ്പെറുക്കി ചൂസ് ചെയ്യുന്നത് കൊണ്ട് എല്ലാം എനിക്ക് ക്ലോസ് ആണ് ഓരോ സിനിമയും. പക്ഷേ 50-ൽ എനിക്ക് 54-55 സിനിമ ആയിട്ടുണ്ട്. ഇത്രയും സിനിമകൾ എനിക്ക് ക്ലോസ് അല്ല. അതിലൊരു 20-25 ഫിലിംസ് എനിക്ക് 0.5% എനിക്ക് ക്ലോസ് ആയിട്ടുള്ള സിനിമകൾ തന്നെയാണ്. ഇപ്പം ഓരോ സിനിമയ്ക്കും ഓരോ അടുപ്പങ്ങളാണ്. ഇപ്പം ഇവൻ മേഘരൂപനാണെങ്കിൽ തങ്കമണി എന്ന് പറയുന്ന നാടൻ പാട്ടുകാരി, ഞാൻ ജനിച്ചു വളരുമ്പം ഞങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്ന കാളിയമ്മായിയും കോച്ചിയമ്മായിനൊക്കെ പോലെ മുണ്ടും ബ്ലൗസൊക്കെ ഇട്ട് കറുത്ത പൊട്ടും ചരടൊക്കെ, ആ ഒരു ഫാൻറ്റസി ഉണ്ടല്ലോ നമുക്കൊരു പെൺകുട്ടികളാവുന്ന സമയത്ത്. സിനിമയിൽ വന്നിടണം അങ്ങനെ അതൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നു, പറമ്പിൽ കൂടെ ഓടുന്നു, ചാടുന്നു. വീട്ടിൽ നിന്ന് നമ്മളെ അതിടാൻ സമ്മതിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ പി കുഞ്ഞിരാമൻ നായരുടെ കഥയാണ്. പിന്നെ നോക്കുമ്പോൾ എല്ലാം കേമന്മാരായിട്ടുള്ള ടെക്നീഷ്യൻസാണ്. ബാലേട്ടനാവട്ടെ, രാജു രവി ആവട്ടെ, വിനോദാവട്ടെ, ശരത് സാറുടെ മ്യൂസിക്, കാവാലം സാറുടെ ലിറിക്സ്, അങ്ങനെ എല്ലാം, പ്രകാശ് മൂർത്തി ആർട്ട്, അങ്ങനെ എല്ലാം ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ആളുകളുടെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസും പിന്നെ ആണ്ടലോൻ്റെ പാട്ടും അങ്ങനെ പല രീതിയിൽ ആ സിനിമ ക്ലോസ് ആണ്. അത് കഴിഞ്ഞ് നോക്കിയാൽ അകം, ഞാനും ഫഹദും കൂടെ ചെയ്ത പടം, മലയാറ്റൂരിൻ്റെ യക്ഷി നോവല്, ശാലിനി ഉഷാദേവി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ഒരു ഫീമെയിൽ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ സിനിമ എങ്ങനെ വരുന്നു എന്ന് കാണുന്നു. ഒരുപാട് ഫീമെയിൽ ടെക്നീഷ്യൻസും ആൻഡ് ആ സിനിമയിലുള്ള ഒരുവിധം എല്ലാവരും സിനിമ പഠിച്ച ആളുകളാണ്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ സിനിമയിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ സിനിമ തമാശക്കളിയല്ല, കുട്ടിക്കളിയല്ല എന്ന് എനിക്ക് മനസ്സിലായത് അകം സിനിമയിൽ നിന്നാണ്. മേഘരൂപനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് അവിടുത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് മിക്കവാറും എന്നെ പ്രാഗി കൊന്നിട്ടുണ്ടാവും. എന്നുവെച്ചാൽ എനിക്ക് നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ വന്നത് എനിക്കറിയില്ല, നിങ്ങൾ വേണമെങ്കിൽ എന്നെ അഭിനയിപ്പിച്ചോ, ഇങ്ങനെയാണ് ഞാൻ ആറ്റിറ്റ്യൂഡ്. അത് കഴിഞ്ഞിട്ട് ഷോട്ടിൻ്റെ സമയത്ത് എന്നെ തപ്പി നടക്കും. ഞാൻ ഏതെങ്കിലും വീട്ടിൽ അടുക്കളയിലിരുന്ന അച്ചാറും ചിപ്സും മിക്സറൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇവരെന്നെ വേണം അവിടെ പോയി വിളിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ അവരൊക്കെ എന്നെ നല്ല പ്രാഗുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മേഘരൂപൻ ആ ആണ്ടലോൻ്റെ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ക്യാമറാമാൻ രാജീവയുടെ അടുത്ത് ചോദിക്കുകയാണ്, രാജീവയുടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് തിരിഞ്ഞിക്കോന്ന്. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ. അപ്പോൾ രാജീവ് രവി എന്ത് പറഞ്ഞു? രാജീവേട്ടൻ ഇങ്ങനെ കണ്ണൂരിട്ട് പേടിപ്പിക്കുന്നു. രാജീവേട്ടൻ ചീത്ത പറയുന്നു, രാജീവേട്ടൻ ദേഷ്യപ്പെടുമായിരുന്നു എൻ്റെ അടുത്തൊക്കെ. അപ്പം അങ്ങനെ മേഘരൂപൻ അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അകം എത്തിയപ്പം ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു സീരിയസ് ആണ്, ഞാൻ കാണുന്ന പോലെ വെറുതെ വരുന്നു പോകുന്നു എന്തെങ്കിലും അങ്ങനെയല്ല എന്നുള്ളത് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അവിടെ നിന്നാണ് ചായില്യം സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. ഈ അകത്തില് റഷീദൊക്കെ മേക്കപ്പ് മാൻ, അതാണ്. അപ്പം അവർക്ക് വേറെ ആരോ ആയിരുന്നു അത് ചെയ്യാനിരുന്നത്. ലാസ്റ്റ് മിനിറ്റ് അവർ മാറിപ്പോയപ്പം ഷൂട്ടിന് 3 days മുന്നേ എന്നെ വിളിക്കണേ. അകത്തിലെ മേക്കപ്പ് പട്ടണ റഷീദൊക്കെ ആയിരുന്നു. റഷീദൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കണേ.
ഞാൻ പറഞ്ഞു സാർ ഇത് എനിക്ക് ഏറ്റവും ഒന്നൊന്നല്ല, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും വിളിക്കൂ, ഇത് എനിക്ക് ടു ഏർലി ആണ്, ഞാൻ അത്രയൊന്നും ഇങ്ങനെ പഠിച്ചു വരണേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു മരത്തിനും കിട്ടിയാലും അഭിനയിപ്പിച്ചോളാം, ഒന്ന് തയ്യാറായി വന്നാൽ മതി എന്ന് പറഞ്ഞു ഡയറക്ടർ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ ഞാൻ വന്നോളാം എന്നുള്ള പോലെയായിരുന്നു കേട്ടോ. പ്രൊഡ്യൂസറൊന്നും ഇല്ല ആ പടത്തിൽ. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഒരു 20,000 രൂപ കയ്യിൽ വെച്ചോളൂ, നമ്മുടെ എന്തെങ്കിലും ചിലവിന് വേണമെങ്കിൽ. അങ്ങനെയൊക്കെയാണ് ആ സിനിമ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരു കുറവും അവർ വരുത്തിയിട്ടില്ല. സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് എല്ലാ ദിവസവും പുള്ളി ബക്കറ്റ് പിരിവിന് പോവും, അടുത്ത ദിവസത്തെ എക്സ്പെൻസിനൊക്കെ വേണ്ടിയിട്ട്. താമസവും ഭക്ഷണവും ഒക്കെ നല്ല രീതിയിലായിരുന്നു. നാട്ടുകാരെല്ലാവരും കൂടെ കോപ്പറേറ്റ് ചെയ്തൊരു സിനിമയാണ്. ഏതൊക്കെയോ ചേച്ചിമാരുടെ നൈറ്റിയും സാരിയുമാണ് ഞാൻ അതിൽ ഉടുക്കുന്നത്. ഒരു പണി കഴിഞ്ഞ് പോകുന്ന ഒരു ചേച്ചി വേർത്ത് കുളിച്ച് ഒരു നീല നൈറ്റി ഉണ്ട് അതിനകത്ത്. എനിക്ക് കോസ്റ്റ്യൂമിന് തന്ന നൈറ്റി ഭയങ്കര ഫ്രഷ് ആണെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ പണി കഴിഞ്ഞ് പോകുന്ന ഒരു ചേച്ചിയുടെ വേർത്ത് കുളിച്ച് നൈറ്റിയാണ് എന്നെ ഇടിയിച്ചിട്ടുള്ളത് ആ സീനിൽ. അപ്പം അങ്ങനെയൊക്കെ നടന്നൊരു സിനിമയാണ് ചായില്യം. പക്ഷേ ആ സിനിമേൻ്റെ കണ്ടന്റ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ക്യാരക്ടർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ആദ്യത്തെ 3 ദിവസം ഈ പറഞ്ഞ പോലെ ലൈറ്റ് ആയിരുന്നു. തേർഡ് എനിക്കൊരു ചീത്ത വിട്ടു. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഞാനും വാശിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഗോപകുമാർ സാറാണല്ലോ എൻ്റെ ഫാദറിൻ്റെ. അപ്പം അദ്ദേഹം ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം മാത്രമല്ല കേട്ടോ, ആ സിനിമയിൽ വർക്ക് ചെയ്ത് കസേര ഇടുന്ന ആളായാലും ലൈറ്റ് വെക്കുന്ന ആളായാലും വെള്ളം തരുന്ന ആളായാലും ഓരോ മനുഷ്യരും ഞാൻ ഒരു സിനിമയ്ക്കും വേറെ അങ്ങനെ കണ്ടിട്ടില്ല. അവരുടെ ഷിഫ്റ്റ് ടൈം കഴിഞ്ഞാലും അടുത്ത പോൾഷീറ്റ് പൊക്കോട്ടെ, ബാറ്റ വേണ്ട, ഈ പടം നടക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഫുൾ ടീം, അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോ മനുഷ്യരും അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ ഒരു സിനിമ, ഞാൻ തെയ്യം കെട്ടുന്നു, അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. നാട്ടുകാരൊക്കെ ഇങ്ങനെ ഭയങ്കര ഭക്തിയിൽ എന്നെ എനിക്ക് 10 രൂപ 20 രൂപയൊക്കെ ആരൊക്കെയോ കൊണ്ട് തന്നിരുന്നു. ആ നാട്ടിലെ ആളുകൾ അങ്ങനെ ഭയങ്കര ഭക്തിയിലല്ലേ കാണുന്നത്. നമ്മൾ ഇവിടുന്ന് നോക്കി കാണുമ്പോഴാണ് ആ തെയ്യം ഒരു റിച്വൽ ഉണ്ട്, ഭയങ്കര ഗ്രാൻഡായിട്ട് ഡ്രസ്സ്, നമ്മൾ അവിടെ ഭയങ്കര ഭക്തിയല്ലേ ആൾക്കാർക്ക്. ഇപ്പോഴാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മൊബൈലും പിടിച്ചാന്ന് തോന്നുന്നു പോയി നിൽക്കുന്നത്. ഭക്തിയൊക്കെ കുറച്ച് മാറിയിട്ടുണ്ടെന്ന്. പക്ഷെ അന്ന് ഭയങ്കര ഇതായിരുന്നു. അപ്പം ഫുൾ ചിലമ്പൊക്കെ ഇട്ട് അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ്, അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമേനെ ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് സിനിമ പഠിച്ച ആളുകളിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ഇങ്ങനെ കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു നാടകമൊക്കെ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഓരോ മനുഷ്യരും ചേർന്ന് ഒരു സിനിമ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് കാണുന്നു. അങ്ങനെ ചായില്യം വരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ സിനിമ വരുന്നു, ഡയറക്ടർ രഞ്ജിത്തിന്റെ ദുൽഖറിന്റെ കൂടെ. ഞാൻ സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അനുമോളിനി ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമാവാനുള്ളൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഞാൻ സിനിമ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ദുൽഖറിൻ്റെ ഒപ്പമാണ്, രഞ്ജിത്താണ് സംവിധായകൻ. മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞ സിനിമകളിലെല്ലാം തന്നെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളാണ്. അവിടെ പലപ്പോഴും നായകനേക്കാൾ നായികയാണ് അവിടെ പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗം എന്തൊക്കെയോ കൊണ്ട് നടക്കാത്തതാണ്. ഇപ്പൊ രഞ്ജിത്തേട്ടനാണെങ്കിലും അതിനുശേഷം ചെയ്ത പല സിനിമകളിലും എന്നെ വിളിച്ചിരുന്നു. രഞ്ജിത്തേട്ടൻ അങ്ങനെ എനിക്കാണോ, രഞ്ജിത്തേട്ടൻ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ഒരാളുകൾ. അപ്പം അങ്ങനെ ഒരു കംഫർട്ട് സോൺ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹവും നമ്മളെ എല്ലാ വർക്കിനും, അപ്പം എന്നെ പല വർക്കിനും വിളിച്ച് എന്തുകൊണ്ടൊക്കെയോ നടന്നില്ല. കുറേ പടങ്ങൾ ഇപ്പം ഈവൻ അനിൽ രാധാകൃഷ്ണ മേനോൻ ഡയറക്ടർ, അനിലേട്ടൻ എന്നെ ഏറ്റവും കൂടുതൽ സപ്തമശ്രീ ഇങ്ങനെ എന്നെ ഇങ്ങനെ എപ്പോൾ കിട്ടിയാലും ഒരു ചാൻസ് കിട്ടിയാൽ കളയാത്തൊരു ഡയലോഗാണത്. ഞാൻ വിളിച്ചിട്ട് നീ വന്നില്ലല്ലോ. പലപ്പോഴും ഈ കൊമേഴ്ഷ്യൽ പടത്തില് ഈ നായകന്മാരുടെ പേര് വെച്ചാണല്ലോ ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കലാമൂല്യമുള്ള സിനിമകളിൽ ശക്തമായ ഒരു കഥാപാത്രം ചെയ്തിട്ട് ജസ്റ്റ് ഒരു നായകന്റെ ഒരു നിഴലായി നിൽക്കാൻ അങ്ങനെ ഒരു മടി തോന്നാൻ അങ്ങനെയൊക്കെ അങ്ങനെ അഭിനയിക്കാൻ എനിക്ക് അറിയില്ല. അതാണ് വേറൊരു പ്രശ്നം. എൻ്റെ റിയൽ ലൈഫിലാണെങ്കിലും നമുക്ക് വാല്യൂ ഇല്ലാത്ത, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു സ്പേസിൽ എനിക്ക് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതന്നെയാണ് എനിക്ക് സിനിമയിലും. എൻ്റെ ക്യാരക്ടറിന് ഒരു വാല്യൂവും റെസ്പെക്റ്റും റിലവൻസും ഇല്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് വെറുതെ നിന്നിട്ട് നായകൻ മീൻസ് ഓർ നമ്മുടെ കാമുകനോ ഭർത്താവോ അച്ഛനോ അടികൊള്ളുമ്പോൾ വെറുതെ നിന്ന് കരയാൻ എനിക്കറിയില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതാണ് എൻ്റെ പ്രശ്നമായിരിക്കും. എൻ്റെ ഒരു ലിമിറ്റേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ എന്തോ സംഭവിച്ചില്ല. ഇപ്പം മൻലേട്ടൻ്റെ സപ്തമശ്രീ തസ്കരഹയൊക്കെ എനിക്ക് ഡേറ്റ് ഉണ്ടായില്ല. ആ ഡേറ്റ് അവർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിപ്പോഴും എന്നും ഞാൻ ജീവിതകാലം മരിക്കണ വരെ ഞാനത് കേൾക്കേണ്ടി വരും അദ്ദേഹത്തിനെ കാണുമ്പോൾ. പക്ഷെ അങ്ങനെ കുറേ പടങ്ങൾ കുറേ ഉണ്ട്, മിസ്സായ പടങ്ങൾ, വലിയ പടങ്ങൾ കുറേ മിസ്സായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ആമിയില് അനുമോളായിരുന്നില്ലേ കുറേ. അതെ അങ്ങനെയല്ല, കുറേ കാസ്റ്റിംഗ് വന്നതിൻ്റെ ഇടയ്ക്കൊരു
ഒരു എന്നെ കൺസിഡർ ചെയ്തിരുന്നു. അങ്ങനെ വലിയ പടങ്ങൾക്ക് ആദ്യത്തെ ഒരു സജഷൻ അനുമോളായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും പലപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ആ സമയത്തൊക്കെ എന്താണ് തോന്നിയിട്ടുള്ളത്? കാരണം ചില ആ സമയത്ത് സമയത്തൊന്നും ഞാൻ ഒട്ടും ബോധേഡായിരുന്നില്ല. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ബിഫോർ കൊറോണ അങ്ങനെയായിരുന്നു. പിന്നെ സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതൊരു സീരിയസ് ജോലിയാണെന്ന് കണ്ടിരുന്നെങ്കിലും ഇത് അനുമോൾക്ക് ഇതൊരു സീരിയസ് പ്രൊഫഷൻ ആണെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇഷ്ടമുള്ള കാലം അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു രീതിയായിരുന്നു. അപ്പം അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്. അമ്മ എപ്പോഴും വഴക്ക് പറയായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു എയിമോ അല്ലെങ്കിൽ ഒരു ഡ്രീമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും എന്നെ വഴക്ക് പറയായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്കാണ് കൊറോണ കഴിഞ്ഞപ്പോൾ ഞാനത് കുറച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, പ്രോജക്ട്സ് ആണെങ്കിലും ഇപ്പം തമിഴിൽ ഞാൻ ഐലി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തമിഴിൽ നിന്ന് കുറേ നല്ല വർക്കുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് ആക്ച്വലി ഇപ്പം നല്ല വർക്ക്സ് വളരെ കുറവാണ് വരുന്നത്. തമിഴിൽ നിന്നാണ് നല്ല വർക്ക്സ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ അയലിയെ കുറിച്ച് പറഞ്ഞല്ലോ, അയലിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീനുണ്ട്. അതായത് ഈ ബസ്സിൽ കുറുവമാള യാത്ര ചെയ്യുമ്പോൾ ആ ഒരു കാറ്റടിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ആ കാറ്റിനെ എൻജോയ് ചെയ്യുന്നൊരു സീനുണ്ട്. അത് കണ്ടപ്പോൾ ആ കാറ്റ് എനിക്കും അനുഭവപ്പെടുന്നതായിട്ട് തോന്നി. കാരണം കുറേ പേരുടെ ഫേവറേറ്റ് സീനാണ്. കാരണം ആ ഒരു വിമ്മിഷ്ടപ്പെട്ട ആ വീട്ടിനുള്ളിൽ അടുക്കളയിൽ പണി ചെയ്തിരിക്കുന്ന ഒരു കുറവമാളല്ലേ, ആദ്യമായിട്ട് പുറത്തിറങ്ങി ആദ്യമായിട്ട് SLC പരീക്ഷ എഴുതാനായിട്ട് പുറത്തിറങ്ങുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന്റെ കാറ്റ് കേൾക്കുമ്പോൾ ഒരു സീനുണ്ടല്ലോ, ഗംഭീര സീനായിരുന്നു. ശരിക്കും ആ വെബ് സീരീസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം കുറുവമാളാണ്. അപ്പോൾ ആ ഒരു സീൻ അഭിനയിക്കുമ്പോൾ എന്തായിരുന്നു? പ്രത്യേകിച്ച് ആ സീൻ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഡയറക്ടർ ആയാലും ക്യാമറമാൻ ആയാലും ഒക്കെ ഇങ്ങനെ ബിൽഡപ്പ് കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഭയങ്കര പ്രധാനപ്പെട്ട സീനാണ്, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സീനാണെന്ന് ഇങ്ങനെ വലിയ ബിൽഡപ്പ് ആ സീനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ബിൽഡപ്പ് തന്ന് എന്നെ തകർക്കും, എനിക്ക് ടെൻഷനാവും, എനിക്ക് ബേജാറാവും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറയുമായിരുന്നു. പിന്നെ ജനറലി എനിക്കിങ്ങനെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനിപ്പം ഒരു ബസ്സിൽ പോകുമ്പോൾ മുഖത്ത് കാറ്റടിക്കുന്നുണ്ടെങ്കിൽ ആ കാറ്റ് എൻജോയ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അപ്പം ഞാനപ്പം ഓക്കെ കുറുവമ്മാൾ, ഞാനിങ്ങനെ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, കുറുവമ്മാൾ ആദ്യമായിട്ടാണ് പുറത്ത് പോകുന്നത്, ആദ്യമായിട്ടാണ് ബസ്സിലിരിക്കണേ, ആദ്യമായിട്ടാണ് മുഖത്ത് ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ കാറ്റടിക്കുന്നതും ഈ കാഴ്ച, ഈ ഉയരത്തിരുന്നിട്ട് കാഴ്ച കാണുന്നത്. ഞാനിങ്ങനെ എന്നോട് തന്നെ പറഞ്ഞ് എന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ലോകം കണ്ട ഒരാളാണ്, അനുമോൾ തെണ്ടി തിരിഞ്ഞ് നടന്ന് പലയിടത്തും പോയിട്ടുള്ള ഒരാളാണ്. ഞാൻ ആദ്യമായിട്ടല്ല ബസ്സിൽ കയറുന്നത്, ഞാൻ ആദ്യമായിട്ടല്ല കാറ്റ് ആസ്വദിക്കുന്നത്. അപ്പം അനുമോളെ മറക്കാൻ ഇത്തിരി ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു ആ സീനിൽ. പക്ഷേ എന്തോ എവിടെയോ ഒരു മാജിക്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ദൈവത്തിൻ്റെ എന്തോ ഒരു എനർജി, എന്തോ ഒരു സപ്പോർട്ട് എവിടുന്നോ എനിക്ക് കിട്ടുന്നതാണ്. പ്ലസ് ആ ഡയറക്ടറും ക്യാമറാമാനും ബ്രീഫ് ചെയ്ത് തരുന്നതും വളരെ ക്ലിയർ ആയിരുന്നു. ആ ഡയറക്ടർക്ക് എന്തെങ്ങനെ വേണമെന്ന് വളരെ ക്ലിയർ ആയിരുന്നു. ഞാനും ഇതുവരെ കാണാത്തൊരു അനുമോൾ, ഞാൻ ഇതുവരെ കാണാത്തൊരു പെർഫോമറെയാണ് ഞാൻ അയലിയിൽ കാണുന്നത്. ആ ഒരു ഇത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീനെ എൻ്റെ അകത്തുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം അതാ ഡയറക്ടറുടെയും ക്യാമറാമാൻ്റെയും ഒരു മിടുക്ക് തന്നെയാണ്. കുറുവമാളിനെ പോലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ തമിഴായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. അതിലെ മകളുടെ ക്യാരക്ടറാണ് എൻ്റെ റിയൽ ലൈഫ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന ഒരാളുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ളതിൻ്റെ എല്ലാം ഓപ്പോസിറ്റാണ് ഞാൻ അഭിനയിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പം ആ ടീമിൻ്റെ വലിയൊരു ഇൻപുട്ട് ഉണ്ട്. പിന്നെ ഞാനിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് അനുമോൾ പോവോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പറഞ്ഞല്ലോ, അതായത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു അനുമോൾ എന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്. നമ്മൾ പലപ്പോഴും ഇതുപോലെ ഫൈറ്റ് ചെയ്ത് ഇന്നസെൻ്റ് എന്ന് പറഞ്ഞാലേ ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയാറുണ്ട് കേട്ടോ, ക്യാമറ അങ്ങോട്ട് ഓൺ ചെയ്ത് എവിടുന്നാ നിനക്ക് ഇത്ര നിഷ്കളങ്കത വരുന്നത്, എങ്ങനെ നീ ഇത് അഭിനയിക്കുന്നു എന്നൊക്കെ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ എപ്പോഴത്തെ സങ്കടമാണ്. നമ്മളിങ്ങനെ വളരും തോറും, കാര്യങ്ങൾ അറിയും തോറും, ലോകം കാണും തോറും നമ്മുടെ ഇന്നസെൻസ് എവിടെയോ പോകുന്നു എന്ന് എനിക്ക് എപ്പോഴും ഉള്ളൊരു സങ്കടമാണ്. പക്ഷെ എൻ്റെ കോ ആക്ടേഴ്സും പല ഫ്രണ്ട്സും എന്നോട് പറയാറുണ്ട്, നിനക്ക് ഇൻബോൺ ആയിട്ടൊരു ഇന്നസെൻസ് ഉണ്ട്, അത് നീ കളയരുത്, അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഞാൻ ആക്ടർ അനുമോളാവുമ്പം ഓൺ സ്ക്രീനിൽ ഞാൻ അങ്ങനെ ഒരു ഇന്നസെൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പം ഒരു ഇന്നസെൻറ്റ് ക്യാരക്ടർ എനിക്ക് അഭിനയിക്കാൻ അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ജീവിതം വെട്ടിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിനോട് പൊരുതുന്ന സ്ത്രീകളുടെ കഥാപാത്രമാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, കുറുവമ്മാളിനെ പോലത്തെ ഒരു ഇത്ര നിഷ്കളങ്കയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് അഭിനയിക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു.
ഈ ആണുങ്ങൾക്ക് ഒരിക്കലും ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടേണ്ട ആവശ്യം വന്നിട്ടില്ല. പെണ്ണുങ്ങൾക്കാണല്ലോ എപ്പോഴും ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യും റിബലാവുകയും ചെയ്ത് നമ്മൾ മനസ്സിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു പെയിൻ ഇങ്ങനെ കാണില്ലേ? അതായത് സ്വാതന്ത്ര്യം എന്നൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ട, തുടർച്ചയായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അങ്ങനെ കുറേ ആലോചിച്ച് ഞാൻ ഭയങ്കര അതിൻ്റെ ഒരു സാഹചര്യം അല്ലല്ല ഉണ്ടാവില്ല. ഇപ്പോഴാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര ഒരു ലോ ആയിട്ടിരിക്കുന്ന ദിവസമൊക്കെ ഞാൻ ആലോചിക്കും, ഭഗവാനെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ഞാൻ എത്ര എനർജിയാണ് എൻ്റെ ലൈഫിൽ കളയുന്നത്. കുറച്ചും കൂടെ കംഫർട്ടബിൾ ലൈഫ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാമായിരുന്നല്ലോ. എനിക്ക് ഇതിപ്പോൾ നമ്മൾ എല്ലാത്തിനും ഫൈറ്റ് ചെയ്യേണ്ടി വരിക, എല്ലാത്തിനും ഒരു 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 വേറൊരാൾക്ക് 10% ഇടേണ്ട സ്ഥലത്ത് ഞാൻ 100 പോലെ ഞാൻ ഒരു 1000 എനർജി ഇടേണ്ടി വരുന്നു എന്നൊക്കെ ഉള്ള തോന്നലൊക്കെ എനിക്ക് വരാറൊക്കെ ഉണ്ട്. ചിലരൊക്കെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാധിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ചിലർ വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, ഇപ്പോൾ അനുമോളെ പോലെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കാര്യം പറയും. ഇങ്ങനെ നയചാതുരിയോട് നിൽക്കുക എന്നുള്ളത് പോലെ ഒരു പ്രത്യേക സ്കില്ല്, ആ ഒരു സ്കില്ല് ഓരോ ആൾക്കാരും ഓരോ പോലെയാണ്. ഓരോ മനുഷ്യരും പല രീതിക്കാണ്, അവരുടെ ജീവിതം പല രീതിക്കായിരുന്നിരിക്കും, അവരുടെ അവസ്ഥകൾ പല രീതിക്കായിരുന്നിരിക്കും. അപ്പോൾ ഓരോരുത്തരും രൂപപ്പെട്ട് വരുന്നത് ഓരോ രീതിയിൽ തന്നെയാണ്. അപ്പം എനിക്കിങ്ങനെയാണ് പറ്റുന്നത്, ഓക്കെ ഞാൻ ഇങ്ങനെയാണ്, അത് അംഗീകരിക്കുന്നു. ആ കുട്ടിക്ക് വേറെ രീതിയിലാണ് പറ്റുന്നത്, അത് ആ കുട്ടിയുടെ കംഫർട്ട്, ആ കുട്ടി അങ്ങനെ ജീവിക്കുന്നു. അപ്പം അതൊക്കെ എനിക്ക് ഇപ്പം തോന്നിയ കുറേ ഇപ്പം അടുത്ത് മീൻസ് മേ ബി ലാസ്റ്റ് 5 years ആഫ്റ്റർ കൊറോണയിൽ എനിക്കൊരു വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എൻ്റെ സ്വഭാവത്തിലും പെർസ്പെക്റ്റീവിലും ഒക്കെ. പണ്ട് ഞാൻ ഇപ്പോൾ ഒരാളുടെ ഡാൻസ് ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഇവരിങ്ങനെ വൃത്തികേടായിട്ട് കളിക്കുന്നത്, ഇവർക്കുള്ള കോൺഫിഡൻസിൻ്റെ ഒരു 1% എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ പണ്ട് വിചാരിക്കുമായിരുന്നു. എന്ത് വൃത്തികേടായിട്ടാണ് കളിക്കണമെന്നൊക്കെ. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും, ആയിരുന്നു എന്ന് പറയണായിരിക്കും ശരി. അപ്പം ഇപ്പം ഞാൻ എങ്ങനെയാണ് വിചാരിക്കുകയെന്നറിയോ, ആ കളിച്ച ആൾ അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അൾട്ടിമേറ്റ്ലി കളിച്ച ആൾ നമുക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുക എന്നുള്ളതല്ലേ. അപ്പം അതേപോലെ തന്നെ അവരവരുടെ ലൈഫിൽ അവരവർ ഹാപ്പി ആണെങ്കിൽ ഗുഡ്. ആ ഒരു കലാരൂപം അവതരിപ്പിക്കുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുകയാണെങ്കിൽ, ഡാൻസ് മാത്രമല്ല ഞാൻ പറഞ്ഞ, ഇപ്പം ഈ ഡിപ്ലോമാറ്റിക് ആയിട്ട് ജീവിക്കുന്നതിൽ അവർ ഓക്കെയാണ്, അവർ കംഫർട്ടബിൾ ആണെങ്കിൽ അവരങ്ങനെ ജീവിച്ചോട്ടെ. മറ്റു മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കുക, മറ്റു മനുഷ്യരെ ഹേർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ നോക്കണ്ടുള്ളൂ. ബാക്കി അവരെങ്ങനെയാച്ചാൽ ജീവിച്ചോട്ടെ. ഈ പൊതുവേ നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റും ബ്രേക്കപ്പൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മളതിന് ഭയങ്കര വേദനയായിട്ടും നെഞ്ചിൽ വെച്ച ഒരു കല്ല് പോലത്തെ ഒരു വേദനയായിട്ടൊക്കെ നമ്മൾ പറയും, ട്രോമയായിട്ട് പറയും. ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതും അത് ഇല്ലാണ്ടാവുന്നതും വളരെ നല്ല കാര്യമല്ലേ? കാരണം നമ്മൾ പറയുമല്ലോ, നമുക്കൊരു പുതിയ റെവലേഷൻ ഉണ്ടാവുകയാണ്, നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് മാറിയില്ലേ? നല്ല കാര്യമാണ്. പക്ഷേ ആ ഒരു പെയിൻ, നമ്മളൊരു ഒരു 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 സാധനം നമ്മൾ ജെനുവിനായിട്ട് ആഗ്രഹിച്ചു കഴിയുമ്പം അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ ഭീകരം തന്നെയാണ്. ആ ഒരു ഫേസ് കടന്നു പോകാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജെനുവിനായിട്ടൊരു സാധനം, അപ്പോൾ അത് ഒരു മനുഷ്യനായാലും ഒരു സാധനമായാലും ഒരു ഡ്രീം ആയാലും റിലേഷൻ എന്താണെങ്കിലും നമ്മൾ വളരെ ജെനുവിനായിട്ടൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് നഷ്ടപ്പെടുമ്പോൾ അതൊരു വലിയ പെയിനാണ്. അത് ആ ഒരു ഫേസ് കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമ്മുടെ ലൈഫൊക്കെ അങ്ങനെയാണ്, എവറി ഡേ മാറിക്കൊണ്ടിരിക്കും. അപ്പം ആ പെയിനും കോൺസ്റ്റൻ്റ് അല്ല. ആ പെയിൻ കുറച്ച് ദിവസത്തിൽ അത് മാറി ബെറ്റർ ഡേയ്സ് ആർ കമ്മിങ് എന്നുള്ള ഒരു തോട്ടിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റിയാൽ നല്ലതാണ്. എന്താണ് അനുമോളുടെ കോൺസെപ്റ്റിൽ ഈ പ്രണയം, ആ ഒരു ലൈഫ് എക്സ്പീരിയൻസിന് എന്താണ് ഈ പ്രണയത്തെ? എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് കിട്ടാത്തൊരു അതെ പ്രണയം അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയില്ല. ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പ്രണയം എനിക്ക് പെയിനായിരുന്നു. അപ്പം മേ ബി എൻ്റെ രീതി റോങ് ആയതുകൊണ്ടായിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് ഞാൻ കുറച്ച് ഇൻറ്റൻസ് ആണ്. ഐ മീൻ വർക്കിൻ്റെ കാര്യത്തിലായാലും അതെ, എല്ലാത്തിലും ഞാൻ കുറച്ച് ഇൻറ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇൻറ്റൻസിറ്റിയുടെ പ്രശ്നമായിരിക്കും ഞാൻ കൂടുതൽ പെയിൻ എടുക്കേണ്ടി വരുന്നത്. പിന്നെ എന്തോ വാശി പോലെയാണ് ഞാൻ ഇപ്പം ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഞാനിങ്ങനെ എൻ്റെ ഒരു 100% കൊടുക്കുന്ന ഒരാളാണ് ഞാൻ ഡിവോട്ടഡ് ആവുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. ഭയങ്കര എക്സ്പ്രസീവ് ആണല്ലേ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. എക്സ്പ്രസീവ് ആണ്, അത് അവരോട് ചോദിക്കേണ്ടി വരും. പക്ഷേ ഞാൻ എക്സ്പ്രസീവ് ആണെന്ന് തോന്നുന്നു. ഞാൻ അപ്പം ഷെയർ ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്.
ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഈ രാജാ രവിവർമ്മ ചിത്രങ്ങളിലെ ഫോട്ടോസ്. കാരണം ഇങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ പണ്ട് ഈ എൻ്റെ ഒക്കെ കുറെ സാധാ ഫോട്ടോസ് അല്ലേ, അതും അങ്ങനെ പ്രൊഫഷണൽ സ്റ്റിൽസ് ഒന്നും അല്ല. എൻ്റെ അപ്പുറത്തെ വീട്ടിലൊരു 12 വയസ്സായ കുട്ടിയുണ്ട്, ശ്രീകുട്ടി അല്ലെങ്കിൽ സനിക എന്ന് പറഞ്ഞിട്ട് വേറൊരു മോളുണ്ട്. സനികയ്ക്ക് 19-20 വയസ്സല്ലോ. ഇവരൊക്കെ അവരൊക്കെ എടുത്തിരുന്ന ഫോട്ടോസാണ് കൂടുതലും, അല്ലെങ്കിൽ എൻ്റെ അസിസ്റ്റൻസ് കൂടെ വരുന്ന ആരെങ്കിലും അവരൊക്കെ എടുക്കുന്നത്. അങ്ങനെ പ്രൊഫഷണൽ സ്റ്റിൽസ് ഒന്നും അല്ല. നമ്മൾ ഈ പഴയ കാലത്ത് ഈ പുസ്തകങ്ങൾ വായിക്കുമല്ലോ, നോവലൊക്കെ വായിക്കുമല്ലോ. ഇപ്പം ഇന്ദുലേഖ, അങ്ങനെ ഇന്ദുലേഖ എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ മാധവിക്കുട്ടിയുടെ നോവൽ വായിക്കപ്പോൾ അതിൽ കുറേ സ്ത്രീ കഥാപാത്രങ്ങൾ കാണുമല്ലോ. നമ്മൾ ഇമാജിൻ ചെയ്ത സ്ത്രീ കഥാപാത്രങ്ങളുടെ ആ ഒരു സാമ്യതയാണ് പലപ്പോഴും അനുമോളെ ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് അതെനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ട്രഡീഷണൽ ലുക്കാണ്. ഒരു ട്രഡീഷണൽ മലയാളി ചായ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ എന്നെ കൊണ്ടു നടക്കുന്നതെന്ന് തോന്നണു. ചായ മേ ബി നമുക്ക് മേക്കപ്പ് ചെയ്തൊക്കെ മാറ്റാൻ പറ്റുമായിരിക്കും, പക്ഷേ എവിടെയോ എനിക്കിഷ്ടമാണ്. എൻ്റെ അമ്മയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. 80s 90s ജീവിക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കൂല, പക്ഷെ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇന്നസെൻസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഇഷ്ടമല്ലാത്ത കുറേ പരിപാടികളുണ്ട്, അതുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എവിടെയോ എനിക്ക് തോന്നും ഭയങ്കര ഒരു പ്യൂരിറ്റിയും ഒരു ഇന്നസെൻസും എന്തൊക്കെയോ ഒരുപാട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഉണ്ടെങ്കിലും എവിടെയോ മനുഷ്യരുടെ ഇടയിൽ കുറേ നന്മയും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. മേ ബി ഇപ്പം ഈ ടെക്നോളജിയൊക്കെ ഇത്രയും ഡെവലപ്ഡ് ആവും മുന്നേ ഉള്ള ഒരു ലൈഫ് ഉണ്ടല്ലോ, നമുക്ക് ഇത്രയൊന്നും അറിയേണ്ട കാര്യമില്ല. എന്തൊക്കെയോ കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ തലയിൽ. അതെ, ഒരുപാട് നോളേജ് ഇങ്ങനെ ബൾക്കായിട്ട് നോളേജ്. അപ്പം കുറച്ചും കൂടെ ഒരു സിംപ്ലർ ലൈഫ് ആയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ വായിക്കുമായിരുന്നു പണ്ട് ചെറുപ്പത്തിൽ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു വായനശാലയുണ്ട്. അപ്പോൾ അവിടുത്തെ മാഷന്മാരൊക്കെ പുസ്തകമൊക്കെ തന്ന് അങ്ങനെ വായിച്ച് വായന ഒരു ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ എവിടേക്കോ ഈ വീട്ടിൽ നിന്നും എന്തൊക്കെയോ അവിടെ നിന്നൊക്കെ ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ പുസ്തകം ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് പുസ്തകം വായിക്കുമായിരുന്നു കുറേ. അതുകൊണ്ട് ആ കഥകളിൽ ജീവിക്കാൻ ഇഷ്ടമുണ്ട്. പിന്നെ പട്ടാമ്പി നടുവട്ടം എന്ന് പറയുന്ന ഒരു നാട്ടിൻ പുറത്ത് വളർന്നത് കൊണ്ടും ഒരുപാട് നാടൻ കഥകളുണ്ടല്ലോ. ഇപ്പോൾ യക്ഷിയായാലും ശരി, സർപ്പക്കാവുകളായാലും ശരി, ഒടിയനായാലും ശരി. അപ്പോൾ ഇങ്ങനത്തെ കുറേ കഥകളിൽ വളർന്നത് കൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ ആളുകൾ എന്നെ കളിയാക്കുമായിരിക്കും ചിലപ്പോൾ. ഞാൻ എൻ്റെ ടീനേജിൽ ഗന്ധർവനെയൊക്കെ കാത്തിരിക്കുമായിരുന്നു രാത്രി 12 മണിക്ക്. ഞാനും ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ അമ്മമ്മയൊക്കെ ഇടയ്ക്ക് ചീത്ത പറയും. സിനിമ കണ്ടതിന് ശേഷം നമ്മുടെ വിചാരം എന്താണ്, ഐസ്ക്രീം പറയുമ്പോൾ ഐസ്ക്രീം വരുന്നു, ഹോംവർക്ക് ചെയ്യാൻ പറയുമ്പോൾ ഹോംവർക്ക് ചെയ്തായിരുന്നു. അപ്പം ഒരു സുന്ദരൻ ഗന്ധർവനും പറക്കാൻ പറ്റുന്നു, അങ്ങനെയൊക്കെയുള്ള ഗന്ധർവൻ കഥകളിലൊക്കെ അങ്ങനെ ജനിച്ചു വളർന്നത് കൊണ്ട് പിന്നെ സർപ്പക്കാവിനെയൊക്കെ ചുറ്റിപ്പറ്റി അവിടെ ഒരുപാട് കഥകളുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ. ഒടിയൻ കഥകൾ, ഞങ്ങളവിടെ ഒടിയൻ ആളുകളും ഉണ്ടായിരുന്നു. അപ്പം ഇതിലൊക്കെ ജീവിക്കാനൊരിഷ്ടം ഉള്ളിൽ ഉണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ കൂടി മേ ബി ഞാൻ എന്നെ അങ്ങനെ കൊണ്ട് നടക്കുന്നത് ആ രീതിയിലായതുകൊണ്ടായിരിക്കും. ഈവൻ സിനിമയിലാണെങ്കിലും സാഹിത്യത്തിൽ നിന്ന് സിനിമയായ ഒരുപാട് സിനിമകളുടെ ഭാഗമാവാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. സാഹിത്യത്തിൽ നിന്ന് സിനിമയാവുമ്പോൾ ഈ സാഹിത്യത്തിലെ കഥാപാത്രങ്ങളുണ്ടല്ലോ, ആ കഥാപാത്രങ്ങൾ സിനിമയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു അവതരണം എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവം, വലിയൊരു ചാലഞ്ചിങ് ആണ്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുസ്തകം വേറെ സിനിമ വേറെ എന്ന് കരുതി കാണുക തന്നെ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ പുസ്തകത്തിൽ എഴുതി വെക്കുന്നത് വായിക്കുന്ന ഓരോ ആളുടെയും ഇമാജിനേഷൻ അനുസരിച്ച് മാറിയാണ് വരിക. നമ്മൾ കണ്ട കാഴ്ചകളും നമ്മുടെ ഉള്ളിലുള്ളൊരു ലോകവുമാണ് നമ്മൾ ഓരോ പുസ്തകം വായിക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊരിക്കലും ഒരു ഡയറക്ടർ ഒരു ഗ്രൂപ്പ് ഇരുന്നിട്ട് നമുക്ക് കാണിച്ചു തരുമ്പോൾ നമ്മളുടെ വിഷനുമായിട്ട് അത് സിങ്ക് ആയിക്കൊള്ളണം എന്നില്ല. അപ്പം അതുകൊണ്ട് സിനിമയായിട്ടും പുസ്തകമായിട്ടും തന്നെ രണ്ടും രണ്ടായിട്ട് തന്നെ വെക്കണം എന്നേ ഞാൻ പറയുള്ളൂ. രണ്ടിനും 2 ആത്മാവുണ്ട്, രണ്ടിനും 2 ജീവനാണ്. ഒരേ കഥയും ഒരേ ഒക്കെ ആണെങ്കിലും. ഇപ്പോൾ അയലി ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ട്രഡീഷണൽ ലുക്കായിട്ടുള്ളൊരു ഫീച്ചേഴ്സാണ് കൂടുതലുള്ളത്. ആ ഇമേജിനെ ഒന്ന് ബ്രേക്ക് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാരണം എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങൾക്കും ഞാൻ അവൈലബിളാണ്, ഞാൻ ഫ്ലെക്സിബിളാണ്. അങ്ങനെ ഒരു ഇമേജ് ബ്രേക്കിങ്ങിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇതൊക്കെ ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയതാട്ടോ. പണ്ട് എന്നോട് ആളുകൾ ഉപദേശിക്കുമ്പോൾ ഞാൻ അങ്ങനെ മൈൻഡാക്കാറുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ആരോടൊക്കെ ഞാൻ ഇടയ്ക്ക് പറയും, പ്ലീസ് എനിക്കൊരു പാവം പെൺകുട്ടി അഭിനയിക്കാൻ തരുമോ, എനിക്കൊരു സാധാ സ്ലൈറ്റർ ഒരു പെൺകുട്ടി അഭിനയിക്കണം, എനിക്കിങ്ങനെ ഉറഞ്ഞു തുള്ളിയിട്ടും ജീവിതം കെട്ടിപ്പടുത്തിട്ടൊക്കെ എനിക്ക് മതിയായി, എന്നെ ഒന്ന് സാധാ പെൺകുട്ടിയായിട്ട് അഭിനയിക്കാൻ വിളിക്കൂ എന്നൊക്കെ ഞാൻ ആരോടോ പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പം ഹാർട്ട് ബീറ്റിൽ ഞാൻ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റാണ്. ഹാർട്ട് ബീറ്റ് സീസൺ 1 അവിടെ നന്നായി പോയി തമിഴ്നാട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ സീസൺ 2 ഷൂട്ട് നടക്കുക ഇപ്പം. അപ്പം ഡോക്ടർ രതി എന്ന് പറയുന്നതും എനിക്ക് വേറൊരു തിരിച്ചറിവായിരുന്നു.
എനിക്ക് ഇതും ചെയ്യാൻ പറ്റും എന്നുള്ളത്. ബിക്കോസ് അതൊരു ഭയങ്കര ബോസി ആയിട്ടുള്ള ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ലേഡിയാണ്. പെർഫെക്റ്റ് ഇൻ ദ സെൻസ് അവർക്ക് അവരുടേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ വർക്ക് സ്പേസിൽ എല്ലാവരും ഇങ്ങനെ നോക്കി കാണുന്ന ഒരു 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 മാസ് ക്യാരക്ടറാണ്. അപ്പം അത് രതി ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് ഡോക്ടർ രതിയായിട്ട് ഇങ്ങനെ അഭിനയിക്കാച്ചാൽ ഇത് അനുമോൾക്കും ചെയ്യാൻ പറ്റുമല്ലേ എന്ന്. എന്നിട്ടാണ് ഞാൻ കുറച്ചൊക്കെ എൻ്റെ ടീമിനോട് ഓർഡർ ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ റിക്വസ്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെ എന്നെ പേഴ്സണലി ഇൻസ്പയർ ചെയ്ത ഒരു ക്യാരക്ടറാണ് ഡോക്ടർ. അങ്ങനെ ചോദിക്കാറുണ്ടോ തിരക്കഥാകൃത്തുക്കളോടും ഡയറക്ടറിനോടും അങ്ങോട്ട് അവസരം ചോദിക്കുന്ന? ഇതുവരെ ചോദിച്ചിട്ടില്ല. എപ്പോഴും ഒരിക്കൽ ഞാൻ VKPയുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, VKP ഇന്ദുലേഖ ചെയ്യൂ, VKP ഇങ്ങോട്ട് പുതിയ കാലത്തേക്കാക്കി മാറ്റി ചെയ്യൂ. നോ, അതൊക്കെ കൈതട്ടപ്പോൾ വലിയ ക്യാൻവാസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതല്ല, അതൊരു തമാശയിൽ പറഞ്ഞതാ. പക്ഷെ അതല്ലാണ്ട് അങ്ങനെ ഇതുവരെ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. ചോദിക്കുന്നത് ഞാനിപ്പോൾ എല്ലാവരുടെ അടുത്തും അതാ പറയാൻ, ബാക്കി എൻ്റെ കൊളീഗ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ വിളിച്ച് സംസാരിക്കൂ, വർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് ഫ്രണ്ട്സിനോട് വിളിച്ച് സംസാരിക്കൂ. വർക്ക് ചോദിക്കുന്ന ഒരു തെറ്റൊന്നും ഞാൻ കാണുന്നുമില്ല. പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല എന്താ എങ്ങനെയാണ് ചോദിക്കണ്ടേ എന്നുള്ളത്. അപ്പം അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോഴാണ് കുറച്ച് ഇതിനെ പറ്റിയൊക്കെ കുറച്ചും കൂടെ സീരിയസ് ആയി ആലോചിക്കുന്നത്. ഒരു മുമ്പൊക്കെ വന്നാൽ ചെയ്യാം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വന്നാൽ ചെയ്യാന്നുള്ള ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, ഞാനൊരു സിനിമ കഴിഞ്ഞ് പിന്നെ ഒരു 3-4 മാസം തെണ്ടി നടക്കുമായിരുന്നു. എനിക്ക് വീട്ടിൽ കുറേ ദിവസം വെറുതെ ഇരിക്കണം, കുറച്ച് ദിവസം ഡാൻസ് ക്ലാസ് പോകണം, കുറച്ച് ദിവസം എനിക്ക് ട്രാവൽ, അങ്ങനെയൊക്കെയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കയ്യിൽ പൈസ തീരുമ്പോഴാണ് ഇനി എന്നാ അടുത്ത വർക്ക് വരിക, ഇനി എന്നാ അടുത്ത വർക്ക് വരിക എന്ന് അപ്പോഴേ പിന്നെ ആലോചിക്കുള്ളൂ. അങ്ങനെയായിരുന്നു. വാരണാസി യാത്രയുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ ഞാൻ വാരണാസി പോയ ഒരാളാണ്. അപ്പോൾ ഈ വാരണാസി പോയുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ തോന്നുന്നു. യെസ് ആണ്, എല്ലാവർക്കും തോന്നുന്നുണ്ടല്ലേ. ഞാൻ 3 ദിവസത്തിനാണ് പോയെ. ഞാൻ അവിടെ 6 ദിവസം നിന്നു. 6 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നതാണ്. ബിക്കോസ് എൻ്റെ ന്യൂ ഇയർ എപ്പോഴും അമ്മയുടെ കൂടെയാണ്. എവിടെ ലോകത്ത് പോയാലും ഡിസംബർ 31 ഞാൻ വീട്ടിലെത്തും. ജനുവരി 1 ഡിസംബർ 31 12 മണിക്ക് ഞാൻ എൻ്റെ അമ്മയെ കാണുള്ളൂ. അപ്പം അങ്ങനെ തിരിച്ചു വന്നതാണ് ഞാൻ ന്യൂ ഇയറിന് വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസം കൂടെ അവിടെ നിന്നേനെ. അവിടെ ഒരു പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്ന ഒരു മലയാളി ചേട്ടനുണ്ട്, ബിജു എന്ന് പറഞ്ഞിട്ട്. അപ്പം ബിജു ചേട്ടനെ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ബിജു ചേട്ടൻ ഇവിടെ കുറച്ച് സ്ഥലം കിട്ടുമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വാങ്ങിച്ചിടാന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് പോരുകയൊക്കെ ചെയ്തു. ഭയങ്കര എനിക്ക് വളരെ ഞാൻ ഇത്ര പീസ്ഫുൾ ആയിട്ട് എൻ്റെ ലൈഫിൽ ഇരുന്നിട്ടില്ല. പടിക്കെട്ടുകളിൽ ഇരിക്കുമ്പോൾ അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതുമല്ല, ഞാൻ എല്ലാവരുടെ അടുത്തും വന്നിട്ട് പറഞ്ഞൊരു കാര്യം, നമുക്ക് ഒരിക്കലും ബോറടിക്കുന്നില്ല അവിടെ. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറേ നേരം ഇരുന്നാൽ നമുക്ക് ബോറടിക്കും, ഉറക്കം വരും, ഇനി പോവാന്നൊക്കെ തോന്നില്ലേ. അവിടെ എത്ര സമയം ഇരുന്നാലും ബോറടിക്കുന്നില്ല. അപ്പം ഞാൻ തന്നെ ആലോചിച്ച് കൂട്ടിയൊരു കാര്യമാണ്, എപ്പോഴും ഗംഗാനദിയുടെ തീരത്ത് അല്ലെങ്കിൽ അവിടെ മരിക്കുക, അവിടെ സമർപ്പിക്കുക എന്നൊക്കെ ഒരുപാട് ആളുകളുടെ ആഗ്രഹം ആയതുകൊണ്ട് അവിടെ ഒരുപാട് മനുഷ്യരുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മരിച്ചുപോയ കുറേ മനുഷ്യരുടെ ആത്മാക്കൾ മുഴുവൻ അവിടെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യർ മുഴുവൻ നമ്മളുടെ ചുറ്റും നിന്ന് എന്തൊക്കെയോ കഥകൾ പറയുന്നതുകൊണ്ടാണ് നമുക്ക് ബോറടിക്കാത്ത എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ എന്താ വേറെ ഏതോ ലോകത്തെത്തിയ പോലെ ടെമ്പിളിനെക്കാട്ടിലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് ആ ഗാർഡ്സിൽ ഇരിക്കുന്നതാണ്. ഇപ്പോൾ ബംഗാളി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, വാക്കിംഗ് അണ്ടർ വാട്ടർ. എനിക്ക് ഏറ്റവും കാണണമെന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമാണ് കൽക്കട്ട. കാരണം കൽക്കട്ടയിലെ സ്ത്രീകൾക്കൊരു പ്രത്യേക സൗന്ദര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. പ്രത്യേക സൗന്ദര്യം മാത്രമല്ല, ഒരു പ്രത്യേക കോൺഫിഡൻസ് ആണ് അവർക്ക്. ഞാൻ കൽക്കട്ടയിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ ആരാധിച്ചത്, ഒരു കൂസലും ഇല്ലാണ്ട് അവരെന്ത് ഡ്രസ്സാണോ ഒട്ടിക്കണം, അവരെന്ത് സൈസാണോ, അവരെന്ത് കളറാണോ, എന്താണോ ആറ്റിറ്റ്യൂഡ്, ഒരു കൂസലും ഇല്ല. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവരെ തന്നെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് അവരെ തന്നെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ അവർ ക്യാരി ചെയ്ത് അവരിങ്ങനെ നടന്നു പോകണതാണ്. നല്ല രസമാണ് കൊൽക്കത്തയിലെ സ്ത്രീകൾ. അവരുടെ ഒരു കോൺഫിഡൻസ്, അവരുടെ സ്വയമുള്ളൊരു കോൺഫിഡൻസ് ഇല്ലേ, അത് കാണാൻ തന്നെ ഒരു രസമാണ്. അല്ല, അത് കണ്ടപ്പോൾ എന്താണ് അനുമോൾക്ക് തോന്നിയത്? കാരണം അനുമോൾക്ക് ആ ബംഗാളിലെ സ്ത്രീകളെ കാണുന്നത് വരെ ബോഡിയെക്കുറിച്ച് ചില അമിതമായിട്ടുള്ള ചില വാക്കിംഗ് ഓവർ വാട്ടർ എന്നാണ് ആ സിനിമേൻ്റെ പേര്. ആ സിനിമയ്ക്ക് ശേഷം അനുമോൾ എന്നുള്ള ആക്ടറിന് ഒരു ലേശം കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഞാനത് മുമ്പും എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആ ബംഗാളി സിനിമ ചെയ്തതിന് ശേഷം എവിടെയോ എനിക്കൊരു ഒരു പോയിന്റ്, ഞാനങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ള ആളല്ല. ഞാൻ ചെയ്ത ഒന്നിലും സാറ്റിസ്ഫൈഡ് ആയിട്ടുമില്ല. എനിക്ക് ഇനിയും ഒരുപാട് കറക്ഷൻസ് എനിക്ക് എൻ്റെ വർക്കുകളിൽ അറിയാമെന്നല്ല, ഞാൻ തന്നെ കണ്ടുപിടിക്കും. പക്ഷേ ആ കൊൽക്കത്തയിലെ വർക്ക് കഴിഞ്ഞപ്പം എനിക്കൊരു ഓക്കെ,
എനിക്ക് ട്രൈ ചെയ്താൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നൊരു സിനിമയാണ്. ആക്ച്വലി ഞാൻ ആ സിനിമയ്ക്ക് മുമ്പും കൊൽക്കത്തയിൽ പോയിട്ടുണ്ട്. ഞാൻ ട്രാവൽ ചെയ്ത കൂട്ടത്തിൽ കൊൽക്കത്തയിൽ പോയിട്ടുണ്ട്. പത്മിനി എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ പ്രൊഡ്യൂസർ ഫാമിലി കൊൽക്കത്തയിൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയി നിന്ന് കൊൽക്കത്ത എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അവിടെ അവർക്കൊരു മോളും ഉണ്ട്. അപ്പോൾ ഞാനും അവളും ഭയങ്കര കൂട്ടമാണ്. അപ്പോൾ അങ്ങനെ കൊൽക്കത്ത അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അവിടുത്തെ ആളുകളെയും സ്ത്രീകളെയും അവിടുത്തെ വഴികളും. കൊൽക്കത്തയിലെ സ്ത്രീകളെല്ലാം നമ്മളൊക്കെ സാധാരണ ഈ സ്ത്രീകൾ ഇങ്ങനെ സ്കിന്നി ആയിട്ടിരിക്കുന്നതാണ് വളരെ ബ്യൂട്ടി എന്ന് പറയും. പക്ഷേ കൊൽക്കത്തയിലെ സ്ത്രീകളെല്ലാം കുറച്ചൊന്നും അതാ ഞാൻ പറഞ്ഞു, അവർ എന്ത് സൈസോ എന്ത് കളറോ മുടി ഉണ്ടോ മുടിയില്ലേ ഒന്നും ബോധേഡല്ല, സ്കിന്നിൽ മാർക്കുണ്ടോ ഇതൊന്നും അവരെ ഒട്ടും എഫക്റ്റ് ചെയ്യുന്നില്ല. അതെന്താ കാരണം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് നാടും അങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. മറ്റേ ഓപ്പോസിറ്റ് ജെൻഡറും അപ്പുറത്തുള്ള ആളുകളും ബോധേഡല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ അവരങ്ങ് സെലിബ്രേറ്റ് ചെയ്യാണ് അവരെല്ലാവരും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ എസ്പെഷ്യലി സ്ത്രീകളാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് ജീവിക്കുന്നത് അവിടെ. ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, നല്ല സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, ഒരു പർട്ടിക്കുലർ ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, അങ്ങനെയൊന്നുണ്ടോ? ഇല്ല, ആക്ച്വലി ഞാൻ മുമ്പൊക്കെ എപ്പോഴും KG ജോർജ് സാറോട് ഞാൻ പറയുമായിരുന്നു, സാർ എപ്പോൾ സിനിമ ചെയ്താലും എന്നെ അഭിനയിപ്പിക്കണം, സാർ എപ്പോൾ സിനിമ ചെയ്താലും എനിക്ക് അഭിനയിക്കണം എന്ന് ഞാൻ മുമ്പ് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്യാം സാറായിട്ടൊക്കെ പണ്ട് സംസാരം അകൊക്കെ കണ്ടിട്ട് എന്നോട് ഭയങ്കര നന്നായി സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സാറ് ആക്ടേഴ്സിനെ മോൾഡ് ചെയ്ത് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു സാറ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടേഴ്സും സാറിൻ്റെ ഫിലിമിലൊരു വേറെ റേഞ്ച് അഭിനയമാണ്, ഒരു ഭയങ്കര ഇൻറ്റൻസ്. ഇങ്ങനെയാണ് മോൾഡ് ചെയ്യുന്ന ആക്ടേഴ്സിനെ അറിയില്ല. അതാണ് ശ്യാം സാറ് ആക്ടേഴ്സിനെ മോൾഡ് ചെയ്യുന്ന ഒരു രീതി, നമ്മളറിയാത്ത കുറേ സാധനങ്ങൾ സാർ പുറത്ത് കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സാറിൻ്റെ ഫിലിംസിലുള്ള അഭിനയിച്ചിട്ടുള്ള ആളുകളെയൊക്കെ കാണുമ്പം ഒരു വേറെ തലത്തിലുള്ള അഭിനയം കണ്ടിട്ടുണ്ട് ശ്യാം സാറുടെ പടത്തിൽ. ഇപ്പോൾ തമിഴിലൊക്കെ ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ, ഭാവിയിൽ നമുക്ക് അനുമോളെ മണിരത്നം സാറിൻ്റെ ഫിലിമിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യല്ലേ? അതറിയില്ല, എന്താ എങ്ങനെയാ നടക്കാന്നറിയില്ല. അല്ല, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന ഒരാളാണല്ലോ, അപ്പം നമുക്ക് അത്തരം സിനിമകളിലൊക്കെ ഞാൻ പൊതുവേ ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറില്ല. വരുന്നതൊക്കെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ള ഉണ്ടാവാറുള്ളൂ. പിന്നെ അറിയില്ല, അങ്ങനെ എണ്ണിപ്പെറുക്കി ചോദിക്കാറില്ല. അറിയാലോ, നോക്കിയും കണ്ടൊക്കെ ചെയ്തോളൂ എന്നുള്ളൊരു പറച്ചിലേ ഉള്ളൂ ഭഗവാന്റെ അടുത്ത്. ഈ വായന അധികം ഉള്ള ഒരാളാണ്, അതുകൊണ്ട് ഉണ്ടായിരുന്നു ഏതോ കാലത്ത്, അത്രേ ഉള്ളൂ. അപ്പോൾ എപ്പോഴെങ്കിലും ഇനി സിനിമയ്ക്ക് ഒരു തിരക്കഥ എഴുതണം അങ്ങനെ ഒരു ചിന്ത ഇല്ല, വന്നിട്ടുണ്ടോ? അത്ര സാഹസമൊന്നും ഞാൻ ആലോചിക്കില്ല. ബിക്കോസ് ഒരു വരി പോലും എഴുതാനുള്ളൊരു ക്ഷമ എനിക്കിപ്പം ഇല്ല. എനിക്ക് തോന്നണില്ല അങ്ങനെ ഒരു ക്ഷമ എനിക്കുണ്ടാവും എന്നുള്ളത്. അത് കുറേ അധികം ക്ഷമയും കുറേ അധികം ബുദ്ധിയും ഒക്കെ വേണ്ട വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കണമില്ല, ഒരു സാധ്യതയുമില്ല. അഭിനയെങ്കിലും അത് മര്യാദക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. ഈ നമ്മൾ സിനിമയിലെ സെലിബ്രിറ്റീസ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. അതിങ്ങനെ കേട്ട് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പല പ്രമുഖ നായികമാർക്ക് മാനസികമായി തന്നെ പല പ്രശ്നങ്ങളും നേരിട്ടിട്ടുണ്ടെന്ന്. ഈ സൈബർ ബുള്ളിങ്ങിനെ എങ്ങനെയാണ് അനുമോള് മാനേജ് ചെയ്യുന്നത്? കാരണം അതൊരു സ്കില്ലാണല്ലോ. വളരെ ബുദ്ധിമുട്ടാണ്, അങ്ങനെ മാനേജ് ചെയ്യലൊന്നും അല്ല. ഇപ്പം എന്തൊക്കെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ എഫക്റ്റ് ചെയ്യും. നമ്മളൊക്കെ എല്ലാ ഇമോഷൻസും ഉള്ള മനുഷ്യർ തന്നെയാണ്. അപ്പം നമുക്കൊരു 1000 വട്ടം നമുക്ക് മൈൻഡ് ചെയ്യാതെ വിടാൻ പറ്റും. പക്ഷേ നമ്മളെ ഏതെങ്കിലും ഒരു വട്ടത്തിൽ നമ്മളെ കൊള്ളാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ട്. പല സമയത്തും നമ്മൾ പേർപ്പസ്ഫുള്ളി അത് ഇഗ്നോർ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ വിചാരിക്കും മറ്റുള്ളവരുടെ മാനസിക രോഗത്തിന് നമ്മളെന്തിനാ സങ്കടപ്പെടുന്നത്, നമുക്ക് നമ്മളെ അറിയാലോ എന്നൊക്കെയുള്ള ചിന്തയൊക്കെ വന്നാലും വരാറുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി എന്നെ വളരെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ളത് ആളുകൾ അവരുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ ഫോട്ടോസും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ അയക്കുന്നത് എനിക്ക് വളരെ പേഴ്സണലി എനിക്ക് എന്നെ ഇമോഷണലിയും മെൻ്റലിയും അത് വല്ലാത്ത രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട്. എങ്ങനെ സൈബർ പോലീസിനെ കംപ്ലൈന്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ പല പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുക പിന്നെയും നമ്മൾ തന്നെയാണ് അതിന്റെ മുകളിൽ സമയം കളയുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും, നമ്മുടെ എനർജി പിന്നെയും നമ്മൾ അതിൽ കൂടുതൽ ബോധേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരുടെ അടുത്തും കംപ്ലൈന്റ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. അപ്പം റിയാക്ട് ചെയ്ത് അപ്പം
ആ ചാപ്റ്റർ ക്ലോസ് പക്ഷെ എത്ര ചെയ്യാൻ പറ്റും, നമുക്ക് വേറെ പണിയെടുക്കണ്ടേ. ഇതിനു വേണ്ടി ഇങ്ങനെ നടക്കാൻ പറ്റും. നമ്മളിപ്പം ഇപ്പം എൻ്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഒരു 10 ആളെ കിട്ടും കംപ്ലൈൻറ്റ് ചെയ്യണ്ടേ. അപ്പം അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ശരിയാണ്. ഐ ഹോപ്പ് ഒരു അടുത്ത വരുന്നൊരു തലമുറയെങ്കിലും കുറച്ച് വകതിരിവോടുകൂടെ കുറച്ചൊരു ബെറ്റർ സ്പേസിന് വേണ്ടിയിട്ട് കുറച്ച് സെൻസിബിളായിട്ട് വളർന്നു വരും എന്ന് വിചാരിക്കണു. അതാണൊരു പ്രതീക്ഷ. ഇപ്പോഴുള്ള ആളുകളൊക്കെ ഇനി എങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ധാരണയില്ല. അതിന് എത്ര നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും? അതെ. ഇനി എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കഥാപാത്രം, നേരത്തെ ഇന്ദുലേഖയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം ആഗ്രഹം ഇല്ല, പക്ഷെ അത് നടക്കില്ലാത്ത ആഗ്രഹമായി. അപ്പോൾ മറ്റൊരു കഥാപാത്രം, കാരണം ഒരുപാട് വായിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ പറയില്ല, എനിക്ക് കുറ്റബോധമാണ്. ഞാൻ പണ്ടൊക്കെ വായിച്ചു തന്നു, ഇപ്പം ഒന്നുമില്ല. ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഒരു പേജ് പോലും വായിക്കാൻ പറ്റുന്നില്ല. പുസ്തകം എടുത്ത് ഒരു പേജ് വായിച്ചു തുടങ്ങുമ്പോഴത്തേനും ഫോൺ എടുത്തിട്ട് എന്തെങ്കിലും വന്നോ, ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഉണ്ടോ, ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വിളിച്ചോ, ഇല്ല നീ എവിടെയാ, എന്തായത്, അങ്ങനെ ഫോണിൽ ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ്. എനിക്ക് പുസ്തകം വായിക്കാൻ പറ്റണില്ല. എന്താണെന്നറിയില്ല, പുസ്തകം വായിക്കാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫോണിലാണ് ഫോണിലും പിന്നെ ട്രാവല്, ഷൂട്ട്, അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ ഫോണിലാണ് ഇപ്പോൾ ജീവിതം. അതെങ്ങനെയെങ്കിലും മാറ്റിയേ പറ്റൂ എന്നുള്ള വാശിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും, അത് കാരണം വായന വളരെ കുറഞ്ഞു. ഈ പുരാണ കഥകളിലൊക്കെ നമ്മൾ വായിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളുണ്ടല്ലോ, ഗാന്ധാരി, കുന്തി, സീതാദേവി, ദ്രൗപദി, അങ്ങനെ ഒരു കഥാപാത്രം ചെയ്താൽ നന്നായിരിക്കും. പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തോന്നും. കാരണം നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നമ്മളൊരു ഇതുപോലെ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഇമാജിനേഷൻ കാണുമല്ലോ. അങ്ങനെ എനിക്ക് അങ്ങനെ പുരാണങ്ങളിൽ ഞാൻ ഫാസിനേറ്റഡ് ആയിട്ടുള്ള സതി, മേ ബി സതി പാർവതി ഇഷ്ടമാണ്. എനിക്ക് മണ്ടോദരി, രാവണൻ മണ്ടോദരി, ആ കപ്പിളിനെ ഇഷ്ടമാണ്. മണ്ടോദരി ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താ? എക്സ്പെക്ട് ചെയ്തില്ല മണ്ടോദരി. അറിയില്ല, എനിക്കെന്തോ മണ്ടോദരി രാവണനെ ഇഷ്ടമാണ്. അവരുടെ കുറേ രീതികളും അവരുടെ ഒരു ഡിവോഷനും ഒക്കെ ആയിരിക്കും. ഏതായാലും അങ്ങനെ ഒരു പുരാണ കഥ അങ്ങനെ ആലോചിച്ചിട്ടില്ല. പുരാണ കഥകളൊക്കെ ചെയ്യാൻ പറ്റുമോ ഇനി അറിയില്ല. അപ്പോൾ ഏതായാലും അനുമോളുടെ ആഗ്രഹം പോലെ തന്നെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യട്ടെ. എപ്പോഴും ഓർക്കുന്ന, അല്ലേ, ഇപ്പോൾ അനുമോൾ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ മരിച്ചാലും എൻ്റെ കഥാപാത്രങ്ങൾ എല്ലാവരും എപ്പോഴും ഓർത്തിരിക്കണം. അങ്ങനെ അതൊരു അത്യാഗ്രഹമാണ്, പക്ഷെ എന്നാലും ആഗ്രഹിക്കാമല്ലോ. അതെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.